എൻ്റെ പ്രിയപ്പെട്ട ഞാനടക്കം വർക്ക് ചെയ്യുന്ന നമ്മളുടെ മഹത്തായ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട ഏജൻസി സുഹൃത്തുക്കൾക്കും ഒരു LIC ഏജന്റ് എന്ന പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു ബൈജൂസ് അക്കാദമിയുടെ ഈ ക്ലാസ്സിലേക്ക്. വെൽക്കം ഓൾ വൺസ് അഗെയിൻ. Are screen okay അല്ലേ? I think it's okay now. ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു ചെറിയ പോസ്റ്റർ നമ്മൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ അയച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്തൊരു കാര്യമാണെന്നേ ഉള്ളൂ. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ബൈജൂസ് അക്കാഡമി ഇതൊരു ഫ്രീ സെഷൻ ആണ്. നമ്മുടെ ട്രെയിനിങ് കോർഡിനേറ്റർ ശ്രീഹരിയുടെ ഫോൺ നമ്പർ ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ ഈ സ്ലൈഡിനകത്ത്. Then next, ഞാൻ നേരത്തെ പറഞ്ഞു ദിസ് എ നോളജ് ഷെയറിംഗ് സെഷൻ. അതായത് ഞാൻ എൻ്റെ കസ്റ്റമർക്ക് ബെസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പഠിക്കാൻ പോയത് പാർട്ട്ണർഷിപ്പ് സെഷൻ. അങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്ത്, അയാൾക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. ഇറ്റ് ഈസ് എ നോളജ് ഷെയറിംഗ്. എനിക്കുള്ള കുറച്ച് അറിവുകൾ, ഞാൻ പല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചതും പ്രിപ്പയർ ചെയ്തതും സെൽഫായിട്ട് ഉണ്ടാക്കിയെടുത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് സെഷൻ. അപ്പോൾ ഒരു ട്രെയിനിങ് സെഷനിൽ ഇരിക്കുമ്പോൾ പേപ്പറും പേനയും നിങ്ങൾ എടുത്തു വെച്ചോളൂ. കസ്റ്റമേഴ്സിനോട് സംസാരിക്കാനുള്ള ധാരാളം ഡയലോഗുകൾ, ധാരാളം ക്വസ്റ്റ്യൻസ്, ഡയലോഗുകളൊക്കെ ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. നമ്മളെല്ലാവരും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിൽ കൂടെ ചിലപ്പോൾ ഏത് ട്രെയിനിങ് സെഷനിൽ ഇരിക്കുകയാണെങ്കിലും 1-2 പുതിയ പോയിന്റ് കിട്ടും. നമ്മൾ ഇതുവരെ പറഞ്ഞു നടന്ന ഡയലോഗിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ മാറ്റി പറയുമ്പോൾ, അല്ലെ, പ്രോഡക്റ്റ് ഈസ് നോട്ട് എ ഡിഫറൻഷിയേറ്റർ, യു ആർ ദ ഡിഫറൻഷിയേറ്റർ എന്ന് പറയും. നമ്മളുടെ ഇൻഷുറൻസ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇപ്പൊ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഡിഫറൻഷിയേറ്റർ ഒന്നുമല്ല. നമ്മളെല്ലാവരും തന്നെ എല്ലാ പ്രോഡക്റ്റും എല്ലാവരും അതിന്റെ ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. എല്ലാവരും ജീവനുമെന്ന് ആര് പറയുകയാണെങ്കിലും ദ സെയിം ഫീച്ചേഴ്സ്. ഇപ്പൊ പ്രോഡക്റ്റ് ഒരു ഡിഫറൻഷിയേറ്റർ ആവുന്നില്ല മാർക്കറ്റിൽ. യു ആർ ദ ഡിഫറൻഷിയേറ്റർ. നമ്മൾ ഓരോരുത്തരുമാണ് എങ്ങനെയാണ് ഇത് ആളുകളുടെ മുമ്പിൽ കൊണ്ടുപോയി പ്രസന്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട നീഡ് ബേസിൽ എങ്ങനെയാണ് ഈ പ്രോഡക്റ്റുകൾ നമ്മൾ ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഒരു പ്രോഡക്റ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കസ്റ്റമറുടെ നീഡ് അനലൈസ് ചെയ്ത്, അത് എഡ്യൂക്കേഷൻ ആവാം, ഡെത്ത് ആവാം, ചിലപ്പോൾ ദാറ്റ് ഈസ് എ കൺസെപ്റ്റ്, റിട്ടയർമെന്റ് പ്ലാനിങ് ആവാം, ദെൻ ഹെൽത്ത് ഇൻഷുറൻസ് ആവാം. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് കസ്റ്റമറുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ് സെഷൻ, നോളജ് ഷെയറിംഗ് സെഷൻ. ഓക്കെ, അതിനു മുമ്പ് പവർ ഓഫ് ഡിക്ലറേഷൻ, ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. കാരണം നമ്മളെല്ലാം തന്നെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് പഴയ പോലെ നമ്മൾ മുമ്പ് ഈ ബിസിനസ് ചെയ്യാൻ എന്ത് സ്ട്രാറ്റജിയാണോ പയറ്റിയിരുന്നത് അത് ചിലപ്പോൾ നമുക്ക് ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആളുകളെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ല. ആളുകളെ നേരിട്ട് കണ്ടാലും ചിലപ്പോൾ അവർ ഡിസിഷൻ എടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് പറയുന്നുണ്ടാവും. നമ്മൾ കൊടുത്ത പോളിസികളുടെ പുറത്ത് ചിലപ്പോൾ റിന്യൂവൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവില്ല. ബിക്കോസ് ദിസ് എ ചാലഞ്ചിങ് സിറ്റുവേഷൻ. 2019 പാൻഡമിക് തൊട്ട് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റി. ഇത്തവണ വീണ്ടും സെക്കൻഡ് വേവ് വന്നപ്പോൾ പലരുടെയും മനസ്സിൽ പല പല ആശങ്കകളൊക്കെ ഉണ്ട്. ആശങ്കകളൊക്കെ അസ്ഥാനത്താണ്. കാരണം 21st സെഞ്ചുറി എന്ന് പറയുന്ന ഇൻഷുറൻസ് ഇൻഡസ്ട്രിയുടെ സുവർണ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. യാതൊരു തർക്കവും വേണ്ട. ഫ്യൂച്ചർ ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന ലെവലിൽ നമുക്ക് വളരെ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ ചെറിയ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ചെറിയ തടസ്സമൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ബിസിനസ് എന്ന് പറയുന്നത് 80% മൈൻഡ് സെറ്റും 20% സ്കിൽ സെറ്റും ആണ്. മൈൻഡ് സെറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആസ് ഐ ടേക്ക് ഓൺ ന്യൂ ചാലഞ്ചസ് ഐ ഫീൽ, അതായത് പുതിയ ചാലഞ്ചസും പ്രതിസന്ധികളും മറ്റു കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുക: കാം, കോൺഫിഡന്റ് ആൻഡ് പവർഫുൾ. കാരണം ഇത് മാത്രമാണ് ഇനി നമ്മളെ മുന്നോട്ട് നയിക്കുക. കാം, കോൺഫിഡന്റ് ആൻഡ് പവർഫുൾ. നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിരിക്കുക, നമ്മൾ പവർഫുൾ ആയിട്ടിരിക്കുക. കാരണം ഞാൻ വിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച ഇൻഷുറൻസ് കമ്പനിയുടെ പ്രോഡക്റ്റ് ആണെന്നും, ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി, ഞാൻ സ്റ്റാർട്ടപ്പ് ആയിട്ട് ഞാൻ ചെയ്തു തുടങ്ങിയ ഒരു കമ്പനി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും നല്ല ഇൻഷുറൻസ് കമ്പനിയാണെന്നും ഒക്കെയുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ. ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്, എക്സലന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് LIC ഉണ്ട്, ലോട്ട് ഓഫ് പുതിയ ടെക്നോളജീസും ടെക്നിക്സും ഒക്കെ LIC മാർക്കറ്റിൽ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ മാർക്കറ്റിംഗ് ടീം
മാനേജ്മെന്റ് ലെവലിൽ നിന്നായാലും ധാരാളം സപ്പോർട്ടുകൾ, ആനന്ദ പോലുള്ള ന്യൂ സംഗതികളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. എക്സലന്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. യങ്ങർ ജനറേഷൻ ആയാലും ശരി, റിട്ടയർമെന്റിന് ആയാലും ശരി, ധാരാളം നല്ല പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ അതിലൊന്നും നമുക്ക് തർക്കമില്ല. നമ്മളുടെ വളർച്ചയെ അതൊന്നും തടസ്സം. പക്ഷെ ടെമ്പററി ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും നേരിടുന്നുണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡ് സെറ്റ് വിടാതിരിക്കുക. കാരണം നമ്മളുടെ ഫോക്കസ് മുൻകാലങ്ങളിൽ ഈ ബിസിനസ്സിൽ എത്രമാത്രമാണോ നിങ്ങൾ ഫോക്കസ് ചെയ്തിരുന്നത്, നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്, അതിന്റെ 3-4 ഇരട്ടി ഫോക്കസ് ഇതിനകത്തേക്ക് കൊണ്ടുവരിക. ദെൻ ബിലീഫ് ലെവൽ വളരെ ഉയർന്ന രീതിയിൽ കൊണ്ടുവരിക. ഈ കാലത്ത് ബിസിനസ് ചെയ്യുന്നതിന് ആവശ്യമായ കോമ്പീറ്റൻസ്, കാരണം പുതിയ പുതിയ കഴിവുകളും പുതിയ പുതിയ മെത്തേഡ്സും നമുക്ക് ഇനി ആവശ്യമുണ്ട് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ. ഓൾഡ് കോമ്പീറ്റൻസ് വിൽ ബ്രിങ് യു ദ ഓൾഡ് റിസൾട്ട്. പഴയ കഴിവുകൾ നമുക്ക് പഴയ കഴിവുകളെ ഗുഡ് റിസൾട്ടേ കൊണ്ടുവന്ന് തരുള്ളൂ. പുതിയ കഴിവുകൾ, സൂമിലൂടെ ആളുകളെ കാണാനും വിളിക്കാനും, എന്താ പറയാ, പ്രസന്റേഷൻ കൊടുക്കാനും, സ്ക്രീൻ ഷെയറിംഗ് ചെയ്യാനും, ലിങ്ക് അയക്കാനും, ലോട്ട് ഓഫ് ന്യൂ കോമ്പീറ്റൻസ് നീഡ് nowadays in future insurance industry. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ലോട്ട് ഓഫ് പുതിയ പുതിയ സംഗതികളൊക്കെ നമുക്ക് വേണം. അപ്പൊ അതിലൊക്കെ നമ്മൾ എന്താ പറയുക, ദയവീത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് വെച്ച് കളിക്കരുത്. കാരണം പലരുടെയും മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 20 കൊല്ലമായിട്ട് ഏജന്റ് ആണ്, 22 കൊല്ലമായിട്ട് ഏജന്റ് ആണ്, ഞാൻ 30 കൊല്ലമായിട്ട് ചെയർമാൻസ് ക്ലബ് മെമ്പർ ആണ് എന്നൊക്കെ ഉണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ടാവും, യാതൊരു തർക്കമില്ല. എക്സ്പീരിയൻസ് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ടുണ്ടാവും. ആ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കൊരു റിസൾട്ടും കിട്ടിയിട്ടുണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കയറി പോകണമെങ്കിൽ ഈ എക്സ്പീരിയൻസിന്റെ കൂട്ടത്തിൽ ന്യൂ കോമ്പീറ്റൻസും കൂടെ വേണം. പുതിയ പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്ന രീതിയിലുള്ള പുതിയ കഴിവുകളും കൂടെ നമ്മൾ നേടിയെടുക്കേണ്ടിയിരിക്കുന്നു. അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് മനുഷ്യൻ എന്ന് പറയുമ്പോൾ മൾട്ടി ഫോക്കസ്ഡ് ആണ്, യൂണിഫോക്കസ്ഡ് അല്ല, മൾട്ടി ഫോക്കസ്ഡ് ആണ്. ഒരു ഓവർനൈറ്റിൽ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. ടെക്നോളജിയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ മക്കളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭംഗിയായിട്ട് പറഞ്ഞു തരും. അതൊന്നും നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു തടസ്സമാവരുത്. ടെക്നോളജി യൂസ് ചെയ്യാനും, സൂം യൂസ് ചെയ്യാനും, ലാപ്ടോപ്പ് യൂസ് ചെയ്യാനും, പ്രസന്റേഷൻ കൊടുക്കാനും, ബിസിനസ്സിൽ പുതിയ പുതിയ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജീസ് കൊണ്ടുവരാനൊന്നും നമുക്ക് തടസ്സമാവരുത്. അതൊക്കെ നമ്മൾ പഠിച്ചെടുത്തേ പറ്റൂ. കാരണം നമ്മൾ തീയിൽ കുരുത്തവരാണ്, വെയിലത്ത് വാടില്ല. LIC ഏജൻസ് അങ്ങനെയാണ്, നമ്മൾ അങ്ങനെയുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോവാം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സബ്ജക്റ്റിലേക്ക് പോവാണ്. കൺസെപ്റ്റ് സെല്ലിംഗ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് കൺസെപ്റ്റ് സെല്ലിംഗ്. നോർമൽ ഏജന്റ് സെൽ പ്ലാൻസ്, പ്രൊഫഷണൽ ഏജന്റ് സെൽ കോൺസെപ്റ്റ്സ്, അല്ലെ? ഇതൊരു സംഗതിയാണ്. അതായത് നോർമൽ ഏജന്റ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആളുകളുടെ അടുത്ത് പോയിട്ട് നമ്മളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറയും. പ്രോഡക്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാര്യം യാതൊരു തർക്കവുമില്ല. കാരണം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും നമ്മളൊരു പ്രോഡക്റ്റ് ആണ് ചേർത്ത് വെക്കുന്നത്. ആ പ്രോഡക്റ്റ് ആണ് അടുത്ത 10-20 കൊല്ലം അല്ലെങ്കിൽ 15-20 കൊല്ലം ഈ കസ്റ്റമർ അടയ്ക്കുകയും ചെയ്യണം. അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ നമ്മൾ കൺസെപ്റ്റ് പ്രസന്റേഷൻ നടത്തുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റുകൾ ധാരാളമുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള കാലഘട്ടത്തിൽ പ്രോഡക്റ്റ് ഇൻ ഫ്രണ്ടിൽ വെച്ചുള്ള പ്രോഡക്റ്റ് പുഷിംഗ് എന്ന് പറയുന്ന ആ ഒരു സെല്ലിങ്ങിന്റെ കാലം കഴിഞ്ഞു. ഇനി ആളുകൾക്ക് ആവശ്യം കൺസെപ്റ്റ് ആണ്, അല്ലെ? ഇപ്പൊ തന്നെ നോക്കൂ, ഒരു ഘട്ടം വരെ ആളുകൾ അസറ്റ് ക്രിയേഷനെ കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അസറ്റ് ഉണ്ടാക്കുക, സ്വത്തുണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അസറ്റ് മേക്ക് യു റിച്ച് എന്ന് പറയും. അതായത് നിങ്ങളുടെ കയ്യിൽ ധാരാളം ലാൻഡോ, നമ്മൾ കാണാൻ പോകുന്ന കസ്റ്റമറുടെ കയ്യിൽ ധാരാളം ബിൽഡിങ്ങോ ഫിസിക്കൽ അസറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അയാള് വളരെ റിച്ച് ആണെന്ന് പറയും. അസറ്റ് മേക്ക് യു റിച്ച്, ബട്ട് പെർസെന്റേജ് മേക്ക് യു ഇൻഡിപെൻഡന്റ്. അസറ്റ് മേക്ക് യു റിച്ച്, പെർസെന്റേജ് മേക്ക് യു ഇൻഡിപെൻഡന്റ്. എന്താ, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനെ പല പല ബക്കറ്റുകളിലാക്കി, ഇൻഷുറൻസിൽ കുറച്ച്, ഫിസിക്കൽ അസറ്റിൽ കുറച്ച്, മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച്, അങ്ങനെ പല പല ബക്കറ്റിലാക്കി ഇടുന്ന സമയത്ത് നമുക്ക് ഇൻകം ജനറേറ്റ്, അല്ലെ? നമുക്ക് ഇൻകം കിട്ടും. നേരെ മറിച്ച് അസറ്റ് ഉണ്ടാവും, പക്ഷെ ഇൻകം ഉണ്ടാവില്ല. കാരണം പലരുടെ കയ്യിലും ഇന്നത്തെ കാലഘട്ടത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. ആ അസറ്റിൽ നിന്ന് കാര്യമായിട്ട് ഇൻകം ജനറേറ്റ് ആവുന്നില്ല. അവിടെയാണ് നമ്മൾ കൺസെപ്റ്റ് സെല്ലിംഗ് നടത്തി കസ്റ്റമർക്ക് കൃത്യമായിട്ട് ഇൻകം വരത്തക്ക രീതിയിലുള്ള കുറെ പ്രസന്റേഷൻ, അവരുടെ ബേസിക് ഭാവിയിൽ അവർ നേരിടാൻ പോകുന്ന ഫിനാൻഷ്യൽ ഇവന്റ്സിനെ മീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൺസെപ്റ്റ് സെല്ലിങ്ങിലൂടെ അവതരിപ്പിക്കുകയാണ്. കൺസെപ്റ്റ് സെല്ലിങ്ങിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം നമുക്ക്. കമ്പാരിസൺ ബിറ്റ്വീൻ കൺസെപ്റ്റ് പ്രസന്റേഷൻ ആൻഡ് പ്രോഡക്റ്റ് പ്രസന്റേഷൻ. ഓക്കെ, കൺസെപ്റ്റ് പ്രസന്റ് ചെയ്യുമ്പോഴും പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോഴും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രോഡക്റ്റ് പ്രസന്റേഷനിൽ എന്താ സംഭവിക്കുക? ടോക്ക് ആൻഡ് പ്രസൻസ് എ സ്പെസിഫിക് പ്രോഡക്റ്റ് ടു ദ ക്ലയന്റ്. നമ്മൾ ഏത് കസ്റ്റമറെ കണ്ടാലും
നമ്മളൊരു സ്പെസിഫിക് പ്രോഡക്റ്റ് ആ കസ്റ്റമറുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതിന് പ്രോഡക്റ്റ് ട്രാപ്പ് എന്ന് പറയും. fall in love with a particular product, that is a invisible competitor. അതായത് നമ്മൾ എന്തിനു ചോദിച്ചാലും ഒരു പ്രോഡക്റ്റ്, അത് ചിലപ്പോ 814 ആവാം. ഞങ്ങളുടെ ബ്രാഞ്ചില് രസകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതായത് ഞാനൊരു ഏജന്റുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു, എന്ത് കാര്യം വന്നാലും ബൈജു ഞാൻ 14 കൊടുത്തു എന്നുള്ളൂ, പഴയ നമ്മുടെ ടേബിൾ 14. ഓക്കെ, അപ്പൊ കുറെ കാലം കഴിഞ്ഞപ്പോ ഈ ടേബിൾ 14 മാറിയില്ല. LIC എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2013 നമ്മൾ ആ ടേബിൾ 14 ഫ്രണ്ടില് 14 ഫ്രണ്ടിൽ 8 കൊണ്ടുവച്ചു, 814 അപ്പോഴും അവര് കല്യാണത്തിന് ചോദിച്ചാലും പെൻഷന് ചോദിച്ചാലും എന്തിനു ചോദിച്ചാലും ഈ 14 കൊടുക്കും. പിന്നെ ഒരു ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് സൈക്കോളജി ഉണ്ട്, അടവ് കഴിഞ്ഞ ഉടനെ പൈസയും കിട്ടണം അല്ലെ, പോളിസി മെച്യൂരിറ്റി ആയി ഫൈനൽ ഇൻസ്റ്റാൾമെന്റ് അടച്ച ഉടനെ പൈസ കിട്ടണം. അപ്പൊ അങ്ങനെ ഒരു ഉണ്ട്. ഇപ്പൊ നമ്മൾ ലിമിറ്റഡ് പേയ്മെന്റ് പോളിസികൾ, ഇപ്പൊ ജീവൻ ലാബിലൊക്കെ ചില അഡ്വൈസേഴ്സ് പറയുന്ന, ഏജന്റ്സ് പറയുന്നത് കേട്ടോ, എന്താ 16 കൊല്ലം അടച്ച 9 കൊല്ലം വെയിറ്റ് ചെയ്യണ്ടേ, പാർട്ടി അതിന് റെഡിയല്ല. ലിമിറ്റഡ് പേയ്മെന്റ് പോളിസികൾ LIC ധാരാളം ഇറക്കുന്നുണ്ട്, ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റിൽ. നമ്മുടെ ജോബ് സെനാരിയോ ഒക്കെ കണക്കിലെടുത്തിട്ടാണ്. കാരണം പ്രീമിയം ലയബിലിറ്റി എത്രയും നേരത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വറിയൻസ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ചിലർ എന്ത് സംഭവിച്ചിരിക്കുന്നു, പ്രോഡക്റ്റ് ട്രാപ്പിൽ പെട്ടുകിടക്കുന്നുണ്ട്. അപ്പൊ ടോക്ക് ആൻഡ് പ്രസൻസ് സ്പെസിഫിക് പ്രോഡക്റ്റ് ടു ദ ക്ലയന്റ്. കൺസെപ്റ്റ് പ്രസന്റേഷനിൽ എന്താ വരിക, ടോക്ക് അബൌട്ട് കൺസെപ്റ്റ്സ്, ഐഡിയാസ് ടു ദ ക്ലയന്റ്സ് വിച്ച് റിലേറ്റ്സ് ടു ദ ക്ലയന്റ്സ് ഡെയിലി ലൈഫ്. അതായത് നമ്മൾ കൺസെപ്റ്റ് പ്രസന്റേഷനിൽ എന്താ വരാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറുടെ ഡെയിലി ലൈഫിൽ അവര് നേരിടാൻ പോകുന്ന പ്രോബ്ലംസിന് സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും, നമ്മളൊരു കൺസെപ്റ്റ് ആയിരിക്കും അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഡെയിലി ലൈഫിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് വിടണം, റിട്ടയർമെന്റ് ആവും, വീട്ടിലെ ബ്രെഡ് വിന്നർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡെത്തിന് ഒരു കവറേജ്, ഇത്തരത്തിലുള്ള കൺസെപ്റ്റ്സുകളായിരിക്കും കൺസെപ്റ്റ് പ്രസന്റേഷനിൽ ചെയ്യുക. പ്രോഡക്റ്റ് പ്രസന്റേഷനിൽ പ്രോഡക്റ്റ് ചെയ്യും. ടോക്ക് അബൌട്ട് കൺസെപ്റ്റ്സ്, ഐഡിയാസ് ഒക്കെ ആയിരിക്കും. ദ ക്ലയൻസ് വിച്ച് റിലേറ്റ്സ് ടു ദ അവരുടെ, നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ ഒരു സ്പെസിഫിക് ആയ കസ്റ്റമർക്കുള്ള കസ്റ്റമൈസ്ഡ് പ്രപ്പോസൽ ആയിരിക്കും. മറ്റത് നമ്മൾ പ്രോഡക്റ്റ് പ്രസന്റേഷൻ ആകുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കസ്റ്റമർ ആണെങ്കിലും സെയിം ടൈപ്പ്, ഇപ്പൊ നമ്മൾ പണ്ടത്തെ കാസറ്റ് ഒക്കെ പറയില്ല, ഇപ്പൊ സോണിയുടെ കാസറ്റ് ആയാലും ശരി, മറ്റേ ഏത് കാസറ്റ് ആയാലും ശരി, എല്ലാ ടൈപ്പ് റെക്കോർഡിനും ഒരേ അളവിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്മൾ കാണാൻ പോകുന്ന പ്രോസ്പെക്ട്സിന്റെ നീഡിനനുസരിച്ചിട്ട് ഈ ഐഡിയാസും മറ്റു കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കും. Presentation is about the features of the product and it may not be what the client wants. മിക്കവാറും പ്രോഡക്റ്റ് വിൽക്കുന്ന ആളുകളുടെ പ്രസന്റേഷൻ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടായിരിക്കും. എന്താണ് ഫീച്ചേഴ്സ്? ഇപ്പൊ നോക്കൂ, ജീവൻ ഉമംഗ് എന്ന് പറയുന്ന പോളിസി ഉണ്ടെങ്കിൽ 0 വയസ്സ് തൊട്ട് 55 വയസ്സ് വരെ ചേരാം. ഞങ്ങൾക്ക് 4 ടേമാണ് ഉള്ളത്, 15 വർഷം, 20 വർഷം, 25 വർഷം, 30 വർഷം. അതിനുശേഷം നിങ്ങൾക്ക് അടവ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സം അഷ്യൂർഡിന്റെ 8% കിട്ടും. അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര ബോണസ് കിട്ടും, അടച്ചു കഴിയുമ്പോൾ അതിന്റെ പാതി കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് പറയും. പക്ഷെ അഡ്വാൻറ്റേജസ് ഒന്നും കസ്റ്റമറോട് ഡിസ്കസ് ചെയ്യില്ല. ഈ ഫീച്ചേഴ്സ് പറയുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാക്കിംഗ് ബ്രോഷർ ആയിട്ട് മാറും ആ ഏജന്റ്. ഫീച്ചേഴ്സും അതിന്റെ കുറച്ച് ബ്രോഷറും ഒക്കെ അടിച്ച് നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ വി ലൈക്ക് എ വാക്കിംഗ് ബ്രോഷർ. നമ്മൾ ബ്രോഷർ വിതരണം ചെയ്തിട്ട് പോകുന്ന പ്രസന്റേഷൻ ഈസ് അബൌട്ട് എ കൺസെപ്റ്റ് വിച്ച് ക്യാൻ ബി പൊസിഷൻഡ് അക്കോർഡിംഗ് ടു ദ ക്ലയന്റ്സ് റിക്വയർമെന്റ്സ് ആൻഡ് വിൽ ഗെറ്റ് ഹിം ഹെർ എൻഗേജ്ഡ്. കൺസെപ്റ്റ് പ്രസന്റേഷൻ എന്താ, അവരുടെ ഫ്യൂച്ചറിലെ നീഡ്സിന് ആവശ്യമായിട്ട് ഞാൻ ഇപ്പോൾ അവതരിപ്പിച്ച ഈ ഒരു കൺസെപ്റ്റിന് സാറേ നിങ്ങൾക്ക് മാച്ച് ആവുന്ന ഒരു പ്രോഡക്റ്റ് ഇതാണ്. നോക്കൂ, ജീവൻ ഉമംഗ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് നിങ്ങൾ ഒരു 10-15 വർഷം ഒരു പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു 180 മാസം നിങ്ങൾ ഒരു മണി ട്രീ പോലെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ 15 years യു വിൽ ഗെറ്റ് റെഗുലർ ഇൻകം. നിങ്ങൾ ഇതുവരെ മറ്റ് വർഷങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ച അസറ്റിൽ നിന്നൊന്നും സാറിന് ഇൻകം വരുന്നില്ല. പക്ഷെ ഈ ഒരു മണി ട്രീ നിങ്ങൾ സൈഡിൽ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ 180 മാസം ഈ മണി ട്രീയിലേക്ക് നിങ്ങൾ മണി തന്നെ അടച്ചു കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സാറിന് 50 വയസ്സാവുന്ന സമയത്ത്, ഇപ്പൊ 35 വയസ്സായി, സാറിന് 50 വയസ്സാവുന്ന സമയത്ത് റെഗുലർ ആയിട്ട് ഒരു ഇൻകം വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണമെങ്കിൽ ഇതിൽ നിന്നുള്ള ഇൻകം യൂസ് ചെയ്യാം. 5-6 വർഷം 50 ലക്ഷത്തിന്റെ പോളിസി തരുന്ന സമയത്ത് ഒരു 4 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. കുട്ടികളെ അത് വെച്ച് പഠിപ്പിക്കാം. കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ വരുന്ന തുക നിങ്ങൾക്ക് പെൻഷനായിട്ട് വാങ്ങിക്കാം. അങ്ങനെ ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ് സാറ് ഈ ഒരു കൺസെപ്റ്റിന്, ഞാൻ പറഞ്ഞ കൺസെപ്റ്റിന് ഉദ്ദേശിച്ച രീതിയിൽ ഈ പ്രോഡക്റ്റ് ഞാൻ ചേർത്ത് വെച്ച് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ ഫീച്ചേഴ്സ് പറഞ്ഞു നടക്കുകയാണെങ്കിൽ എല്ലാ ഏജൻസും വന്ന് അദ്ദേഹത്തോട് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. പുതുതായിട്ടൊന്നും പറയാനില്ലെങ്കിൽ കേൾക്കാനില്ലെങ്കിൽ കസ്റ്റമറുടെ ഒരു മൈൻഡ് സെറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരി ബൈജു, ധാരാളം ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞോ, ഞാൻ കേട്ടോളാം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കും പ്രോഡക്റ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാം.
It is a common presentation like any other advisors. Pushing products does not add value to the client. It is a common presentation. എല്ലാ അഡ്വൈസേഴ്സും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ കണ്ട ആളെയും വേറൊരാൾ പോയി കാണുന്നു, വേറൊരാളെ പോയി കാണുന്നു, എല്ലാവരും ജീവനും. ഇപ്പൊ ചിലപ്പോൾ ചില സമയത്ത് നമ്മുടെ പ്ലാനുകളൊക്കെ എൻഡ് ചെയ്യുന്ന സമയത്ത് ക്ലോസ് എൻഡഡ് സെയിൽസ് നടത്തുന്നില്ലേ നമ്മള്. അപ്പൊ എന്താ നമ്മൾ ചെന്ന് പറയുന്നത്, അടുത്ത ആഴ്ച ഈ പ്രോഡക്റ്റ് നിൽക്കാൻ പോവുക, അതിനു മുമ്പ് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. നമ്മൾ എന്താ പറയാ, ഒരു എമർജൻസി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ചില കേസുകളിൽ ഒരു ക്ലോസിംഗ് ടെക്നിക്സ് ആണ്, നല്ലതാണ്. പക്ഷെ എല്ലാവരും ആ സമയത്ത് അത് വന്ന് പറയുന്നുണ്ടാവും. ഇറ്റ് ഈസ് എ യുണീക് പ്രസന്റേഷൻ ആസ് ദർ ആർ നോ പ്രോഡക്ട്സ് മെൻഷൻഡ്. കൺസെപ്റ്റ് പ്രസന്റേഷനിൽ നമ്മൾ ഒരു പ്രോഡക്റ്റും കസ്റ്റമറോട് ഡിസ്കസ് ചെയ്യില്ല. ഹെൻസ് ഇറ്റ് വിൽ ആഡ് വാല്യൂ ടു ദ കസ്റ്റമർ. അവരുടെ ലൈഫിൽ പ്രോസ്പെരിറ്റി ഉണ്ടാക്കത്തക്ക രീതിയിൽ അവർക്ക് വേണ്ട ടൂൾസിനെ കുറിച്ചായിരിക്കും നമ്മൾ പറയുക. അതിൽ അവർ ഓക്കെ പറയുമ്പോൾ മാത്രമേ നമ്മൾ ഒരു പ്രോഡക്റ്റ് മുമ്പിൽ ചേർത്ത് വെക്കുള്ളൂ. ഇറ്റ് ഫോക്കസ് ഓൺ ദ വാട്ട് ബിഫോർ ദ വൈ. ഇല്ലേ, എന്തിനു വേണ്ടി ഇൻഷുറൻസ് എടുക്കണം, എന്തിനു വേണ്ടി ജീവൻ ഉമംഗ് എടുക്കണം, എന്തിനു വേണ്ടി പെൻഷൻ പ്ലാൻ എടുക്കണം, എന്തിനു വേണ്ടി പിന്നെ എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, എന്തിനു വേണ്ടി ഡെത്തിന് വേണ്ടിയിട്ടുള്ള കവറേജ് നിങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ഇറ്റ് ഫോക്കസ് ഓൺ ദ വാട്ട്. ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ തരുന്നതെന്നായിരിക്കും ആദ്യം പറയാം. പക്ഷെ ഇറ്റ് ഫോക്കസ് ഓൺ ദ വൈ ബിഫോർ ദ വാട്ട്. ഇവിടെ കൺസെപ്റ്റ് പ്രസന്റേഷനിൽ എന്താ വൈ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു എഡ്യൂക്കേഷൻ പ്ലാൻ വാങ്ങണം, എന്തിനു വേണ്ടി റിട്ടയർമെന്റ് പ്ലാൻ വാങ്ങണം എന്നുള്ള വൈനെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഈ വൈയില് നമ്മൾ കസ്റ്റമർ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വാട്ട് എന്നുള്ളത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പ്രോഡക്റ്റ് അതിന് ആവശ്യമായ ഒരു പ്രോഡക്റ്റ് അതിലേക്ക് ചേർത്ത് വെക്കും. അല്ലെ, നമ്മൾ പായസം വെക്കുമ്പോൾ ഏലക്കായ എപ്പോഴാണ് ഇടുക എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും, എല്ലാവർക്കും അറിയാം പായസം വെക്കുമ്പോൾ ഏലക്കായ ലാസ്റ്റ് ആയിടുക. ഇൻഷുറൻസ് സെയിൽസിൽ പ്രോഡക്റ്റും അങ്ങനെയാണ്, ലാസ്റ്റ് ആണ് നമ്മൾ പ്രോഡക്റ്റ് ഈ പറയുന്ന കൺസെപ്റ്റുകളും അവരുടെ വൈ ഡിസ്കസ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ആയിരിക്കണം ഈ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഈ പ്രോഡക്റ്റ് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏലക്കായുടെ ആ ഒരു മണവും മറ്റു കാര്യങ്ങളും അവരുടെ വൈയിനോട് അതിന് മാച്ച് ആവുന്ന ഒരു പ്രോഡക്റ്റും കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഞാൻ ഇത് അതുകൊണ്ടാണ് നോക്കൂ, പലപ്പോഴും നമ്മൾ പോളിസി കൊടുക്കുമ്പോൾ 1-2 വർഷം കൊണ്ട് ആളുകൾ നിർത്തിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം അവർക്ക് അറിയില്ല. ജീവൻ ഉമംഗ് എടുത്തിട്ടുണ്ട്, ഓക്കെ. ഇപ്പൊ പലരും, ഇപ്പൊ ഞാൻ നോക്കും, പല കസ്റ്റമേഴ്സിനും കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ചാർട്ട് എടുത്ത് കൊടുക്കാറുണ്ട്. എക്സിസ്റ്റിംഗ് നിലവിൽ നമ്മൾ കോൾഡ് ക്യാൻവാസിങ്ങോ മറ്റു കാര്യങ്ങളോ പുതിയ കസ്റ്റമറെയൊക്കെ കാണാൻ ചെല്ലുന്ന സമയത്ത് നമ്മൾ അവരോട് പറയും, സർ ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ പോളിസി തരാനോ മറ്റു കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടൊന്നുമല്ല. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് LICയുടെ പോളിസികളിൽ എന്തൊക്കെ ബെനിഫിറ്റ് എപ്പൊക്കെ വരും, എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് തരാം. കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ചാർട്ട് എന്ന് പറയും, ബെനിഫിറ്റ് ചാർട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഡാറ്റാകോമിന്റെ BM Pro എന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് എടുത്തു കൊടുക്കുമ്പോഴാണ് പലർക്കും പ്രിന്റ് ഔട്ട് കൊണ്ട് കൊടുക്കുമ്പോഴാണ് പലരും പറയുന്നത്, അയ്യോ ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിൽ ഇന്ന സമയത്ത് ഇത്ര എമൗണ്ട് ഒക്കെ വരിക എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് അത്തരത്തിലൊക്കെ. അപ്പൊ കൺസെപ്റ്റ് പ്രസന്റേഷൻ ആണ് ഇന്നത്തെ കാലത്ത് കസ്റ്റമർ കുറച്ചും കൂടി നമ്മൾ പറയുന്നത് കേട്ടിരിക്കാൻ ഒരു, കാരണം അവരുടെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നേരെ മറ്റ് പ്രോഡക്റ്റ് ആകുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ആ ചെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ഉണ്ട് പ്രോഡക്റ്റ് പ്രസന്റേഷനിലും കൺസെപ്റ്റ് പ്രസന്റേഷനിലും തമ്മിൽ. അപ്പൊ ഇതിനെ കുറിച്ച് ആലോചിക്കുക. ദെൻ കൺസെപ്റ്റ് പ്രസന്റേഷൻ നടക്കുമ്പോൾ നമ്മളെ അത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും ആസ് ആൻ അഡ്വൈസർ എന്ന രീതിയിൽ. കൺസെപ്റ്റ് പ്രസന്റേഷൻ ഒരു പ്രൊഫഷണൽ ഇൻഷുറൻസ് ഏജന്റ് എന്ന രീതിയിൽ കൺസെപ്റ്റ് പ്രസന്റേഷൻ നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ബിൽഡ് ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ. കാരണം പലപ്പോഴും നമ്മൾ മാത്രമായിരിക്കില്ല ആ കസ്റ്റമറെ പോയി കണ്ടിട്ടുണ്ടാവും, പല ഏജൻസും വന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മൈൻഡിൽ LIC ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ബിൽഡ് ഗുഡ് ഫസ്റ്റ് ഇംപ്രഷൻ. ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മെത്തേഡ് കൺസെപ്റ്റ് പ്രസന്റേഷൻ ആണ്. ഗെയിൻ ട്രസ്റ്റ്. കസ്റ്റമർക്ക് ഒരു വിശ്വാസം വരും, ഈ മുമ്പിലിരിക്കുന്ന ആള് എന്റെ ലൈഫിൽ എന്തൊക്കെയോ പ്രോസ്പെരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ള ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. ഇൻക്രീസ് യുവർ കോൺഫിഡൻസ്. പലർക്കും നമുക്കുള്ള പലർക്കുള്ള ഒരു എന്താ പറയാ പരാതി എന്താ, ഞാൻ പറയുന്നതൊന്നും കസ്റ്റമർ കേൾക്കാൻ റെഡി ആവണില്ല. കേൾക്കാൻ റെഡി ആയാലല്ലേ നമ്മൾ പോളിസി കൊടുക്കുക. ഇൻക്രീസ് യുവർ, ഇതൊക്കെ പറയുമ്പോൾ കസ്റ്റമറുടെ കണ്ണിൽ നോക്കി ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇൻക്രീസ് അവർ കോൺഫിഡൻസ്. ഒരു അഡ്വൈസർ എന്ന നിലയിൽ നമ്മളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആവും. ട്രിഗർ ദ റൈറ്റ് പെയിൻസ്. കസ്റ്റമർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാള് ലൈഫിൽ നേരിടാൻ പോകുന്ന പ്രോബ്ലം, ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, അതിന് പ്രോബ്ലംസ് എന്നല്ല പറയാം, ഫിനാൻഷ്യൽ ഇവന്റ്സ്. ചിലപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവാം, റിട്ടയർമെന്റ് ആവാം, മാരേജ് ആവാം, അസറ്റ് ക്രിയേഷൻ ആവാം, അടുത്ത ജനറേഷന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ലെഗസി ക്രിയേഷൻ ആവാം. ഇതൊക്കെ
കറക്റ്റ് ആയിട്ട് പറയുന്ന സമയത്ത് അയ്യോ ഞാൻ ഇത്രയും കാലം അതിനുവേണ്ടി ഒന്നും ചെയ്തില്ലല്ലോ, റിട്ടയർമെന്റ് പ്ലാനിംഗ് ഇല്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്നൊക്കെ പറയുമ്പോൾ ട്രിഗർ ദ റൈറ്റ് പെയിൻസ് കസ്റ്റമറുടെ സൈഡിൽ ചിന്തിക്കും അവർ. ഗീവ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. സേവ് ടൈം ഫോർ ഓൾ പാർട്ടീസ്, നമ്മളുടെ സമയവും സേവ് ചെയ്യാൻ പറ്റും, അവരുടെ സമയവും സേവ് ചെയ്യാൻ പറ്റും. കാരണം പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചോദിക്കുമ്പോൾ തന്നെ എന്നോട് ചോദിക്കാറുണ്ട്, ബൈജു 20 മിനിറ്റിൽ കാര്യങ്ങൾ തീരില്ലെന്ന്. അപ്പോൾ നമ്മൾ തുടങ്ങി വന്ന് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് സമയം, അപ്പൊ ഇവിടെ കൺസെപ്റ്റ് പ്രസന്റേഷൻ നടത്തുമ്പോൾ നമുക്കും അവർക്കും നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. ഹെൽപ്പ് us to close a big sum assured. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് കൺസെപ്റ്റ് സെല്ലിങ്ങിന്റെ ഒരു പ്രധാന പ്രത്യേകത, ഹെൽപ്പ് us to close a big sum assured. വലിയ വലിയ പോളിസികൾ എവിടെയൊക്കെ വിൽപ്പന നടക്കുന്നുണ്ടോ അത് മുഴുവൻ ഈ കൺസെപ്റ്റ് സെല്ലിങ്ങിന്റെ പുറത്തായിരിക്കും നടന്നിട്ടുണ്ടാവുക. പ്രോഡക്റ്റ് പുഷ് ചെയ്തിട്ട് വലിയ വലിയ സം അഷ്യൂർഡ് വരാനുള്ള സാധ്യത കുറവാണ്. ചിലപ്പോൾ മേ ബി വരാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വലിയ സം അഷ്യൂർഡ് വരികയും ആ സം അഷ്യൂർഡ് അവർക്ക് എൻഡ് വരെ നമുക്ക് അടച്ചു കൊണ്ടുപോവുകയും ചെയ്യും കസ്റ്റമർ. 15 വർഷം അടച്ചാലേ എനിക്ക് റിട്ടയർമെന്റ് പ്ലാനിങ് കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ 2 വയസ്സായ കുട്ടിയുണ്ട് 16 വർഷം അടച്ചാലേ 18 വയസ്സിൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ കുട്ടിയുടെ പഠനത്തിന് ആവശ്യമായ പണം കിട്ടുള്ളൂ എന്നുള്ളത് കസ്റ്റമർക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവും. ദിസ് ഈസ് ദ ഗുഡ് കൺസെപ്റ്റ് പ്രസന്റേഷൻ. ഒരു അഡ്വൈസറെ ഇങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ, ഇനി കോമൺ ആയിട്ട് നമ്മൾ ഒരു കസ്റ്റമറുടെ മുമ്പിൽ ഇൻഷുറൻസ് സെല്ലിങ്ങുമായിട്ട് പോകുമ്പോൾ 4 പ്രോഡക്റ്റ് ആണ് നമ്മൾ വിൽക്കുക. എല്ലാവർക്കും അറിയാം, ഈ 4 പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ മാക്സിമം വിൽക്കുന്നുണ്ടാവുക. അപ്പൊ ഒരു ഇൻഷുറൻസ് പോളിസി ഒരു കസ്റ്റമറെ നോക്കി പറയുന്നതും ഈ പറയുന്ന ഡയലോഗുകളായിരിക്കും. യു ഡേ ഐ പേ, അല്ലെ? യു ഡേ ഐ പേ. ദിസ് റിലേറ്റ്സ് ടു ലൈഫ് കവറേജ് പ്രോഡക്ട്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ഇൻഷുറൻസ് പോളിസിയിൽ നിന്ന് യു ഡൈ ഐ പേ, നിങ്ങൾക്ക് പൈസ കിട്ടും. ദെൻ യു ഫാൾ സിക്ക് ഐ പേ. ദിസ് റിലേറ്റ് ടു ഇൻകം പ്രൊട്ടക്ഷൻ പ്രോഡക്റ്റ്. അതായത് നിങ്ങൾ എന്തെങ്കിലും അസുഖമായിട്ടൊക്കെ കിടക്കുകയാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മളുടെ എന്താ പറയുക ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ഒക്കെ ഈ ഒരു സംഗതിയിൽ നിന്ന് കിട്ടും. യു റിട്ടയർ ഐ പേ. റിട്ടയർമെന്റ് പോളിസിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ റിട്ടയർ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടും. ദിസ് റിലേറ്റ് ടു റിട്ടയർമെന്റ് പ്ലാനിംഗ് പ്രോഡക്ട്സ്. യുവർ കിഡ്സ് ഗോ ടു കോളേജ് ഐ പേ. നിങ്ങളുടെ കുട്ടി സ്കൂളിൽ പോവുകയാണെങ്കിൽ ഞങ്ങൾ പൈസ തരും. ദിസ് റിലേറ്റ് ടു കിഡ്സ് എഡ്യൂക്കേഷൻ പ്രോഡക്റ്റ്. ഈ 4 പ്രോഡക്റ്റിന്റെ, ഈ 4 കൺസെപ്റ്റിന്റെ പുറത്തായിരിക്കും എല്ലാവരും അറിഞ്ഞും അറിയാതെയും വർക്ക് ചെയ്യുന്നുണ്ടാവുക. യാതൊരു തർക്കവും വേണ്ട. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ കൺസെപ്റ്റ് പ്രസന്റ് ചെയ്താലും പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്താലും അൾട്ടിമേറ്റ് ആയിട്ട് ഏജൻസ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഈ 4 ഘടകത്തിന്റെ പുറത്തായിരിക്കും, 4 പ്രോഡക്റ്റിന്റെ പുറത്തായിരിക്കും. യു ഡേ ഐ പേ, യു ഫാൾ സിക്ക് ഐ പേ, യു റിട്ടയർ ഐ പേ, യുവർ കിഡ്സ് ഗോ ടു കോളേജ്, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം. അവരെടുത്തു വെച്ചിരിക്കുന്ന ഓരോ പോളിസിയും അവർ ബോണ്ട് തുറന്നു നോക്കുമ്പോൾ എന്താ പറയാ, പരോക്ഷമായിട്ട് ഇൻഷുറൻസ് പോളിസി അവരെ നോക്കി പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഡയലോഗുകളായിരിക്കും. നമ്മൾ കൊടുത്ത പ്രോഡക്റ്റ് കൊടുത്താലും ശരി, കൺസെപ്റ്റ് കൊടുത്തു, ഇതിനകത്തൊക്കെ ഈ ഒരു കൺസെപ്റ്റ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇനി നമുക്ക് ഇതിലുള്ള ഓരോ പ്രോഡക്റ്റുകൾ എന്താണെന്ന് നോക്കാം. അപ്പൊ ഇതില് ഡെത്തിനെ കുറിച്ചുള്ള സംഗതി ഉണ്ട്, റിട്ടയർമെന്റ് ഉണ്ട്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉണ്ട്, ദെൻ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, അല്ലെ? ഇതെന്നും നമ്മളുടെ ട്രെയിനിങ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം നമ്മൾ ഓർത്തു വെക്കാം. അപ്പൊ ഈ ഒരു സംഗതി ഉണ്ട്. ഇനി ഈ ഒരു കാര്യം എടുത്തു വെക്കാം, തമ്പ് റൂൾ ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഓൾ ദ ട്രെയിനിങ് സെഷൻസ് ഇത് ഡിസ്കസ് ചെയ്യാതെ ഞാനൊരു സെഷനും അടുത്ത കാലത്ത് നടത്തിയിട്ടില്ല. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നോക്കൂ, ഇപ്പോ ഡെത്ത് ഞാൻ പറഞ്ഞു, ഇവിടെ ഡെത്തിനെ കുറിച്ച് യു ഡൈ ഐ പേ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ഡെത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് 10 ടൈംസ് ഓഫ് ആനുവൽ ഇൻകം. ഇതില് പലർക്കും നോക്കൂ, ഡെത്തിനെ കുറിച്ച് ഇൻഷുറൻസിൽ നമ്മൾ ഹ്യൂമൻ ലൈഫ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പല ഫോർമുലാസ് പലരും അപ്ലൈ ചെയ്യുന്നുണ്ട്. സിംപ്ലി കസ്റ്റമർക്ക് മനസ്സിലാവാൻ എത്ര ഇൻഷുറൻസ് പോളിസി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആനുവൽ ഇൻകത്തിന്റെ 10 ടൈംസ് എങ്കിലും നിങ്ങൾക്ക് സ്റ്റിൽ കവറേജ് ഉണ്ടായിരിക്കും. ഇതിൽ ഞാൻ ഇൻഫ്ലേഷൻ കൺസിഡർ ചെയ്തിട്ടില്ല, ഹ്യൂമൻ ലൈഫ് വാല്യൂ കാൽക്കുലേഷനിലേക്ക് പോയിട്ടില്ല, ഫ്യൂച്ചറിൽ അവരുടെ നീഡിലേക്കൊന്നും പോയിട്ടില്ല. പക്ഷെ നോർമൽ ഒരാളെ കാണുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവത്തക്ക രീതിയിൽ ആനുവൽ ഇൻകത്തിന്റെ 10 ടൈംസ് എങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കണം. ദിസ് ഈസ് ദ തമ്പ് റൂൾ ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഫസ്റ്റ് പോയിന്റ് ഇതാണ്. റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് മന്ത്ലി ഇൻകത്തിന്റെ 20% മാറ്റി വെക്കണം. ഇൻകം പ്രൊട്ടക്ഷൻ 5 ടൈംസ് ഓഫ് ആനുവൽ ഇൻകം. കാരണം ഡെത്തിന് വേണ്ടിയിട്ട് 10 ടൈം വേണം. ഇൻകം പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അസുഖം വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വന്നു, ക്യാൻസർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ആള് ഡെത്തായി പോകണമെന്നില്ല, ഇൻകം സ്റ്റോപ്പ് ആവും, പക്ഷെ അവർക്ക് പൈസ ആവശ്യം വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ക്രിട്ടിക്കൽ ഇൽനെസ് പോലുള്ള പ്രോഡക്റ്റുകളാണ്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ 5% 5% ഓഫ് മന്ത്ലി ഇൻകം അവരുടെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കണം.
ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ 5% ഓഫ് മന്ത്ലി ഇൻകം ഫോർ യു ആൻഡ് യുവർ ഡിപ്പെൻഡന്റ് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ മാത്രം എന്ത് വേണ്ടി വരും? അവർക്കും ഇൻഷുറൻസ് വേണം. നമ്മളുടെ പൈസയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരൊക്കെ നമ്മുടെ ഫാമിലിയിൽ കൂടുണ്ടോ അവർക്കും വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം. ലൈഫ് ഇൻഷുറൻസ് ചിലപ്പോൾ ഒറ്റയ്ക്ക് എടുക്കും, ഫാമിലിയിൽ ഇൻകം ബ്രെഡ് വിന്നർ മാത്രം എടുക്കും. പക്ഷെ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ മാത്രം നമ്മളുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആരൊക്കെയാണോ നമ്മുടെ കൂടെ ഉള്ളത്, ഭാര്യയാവാം, മക്കളാവാം, ഓൾഡ് ഏജ് പാരന്റ്സ്, നമ്മുടെ വയസ്സായ അച്ഛനും അമ്മയാവാം, ഇവരെയൊക്കെ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിധിയിൽ കൊണ്ടുവരണം. കൊണ്ടുവന്നില്ല എങ്കിൽ നമ്മൾ ബാക്കിയെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടാവും. റിട്ടയർമെന്റ്, ഇൻകം പ്രൊട്ടക്ഷൻ, കിഡ്സ് എഡ്യൂക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇത് ചെയ്തു വെച്ചിട്ടില്ല അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ എന്തിനെങ്കിലും എടുത്തു വെച്ച പൈസ ഈ സാധനം കൊണ്ടുപോകും. സോ ഈ ഒരു തമ്പ് റൂൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പലരും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ പല റൂളും ഉണ്ട്. പക്ഷെ ദിസ് എ തമ്പ് റൂൾ ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇത് മാത്രമാണെന്ന് ഞാൻ പറയുന്നുമില്ല, പലർക്കും പല റൂളിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടറാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മിസ്മാച്ച് ആയാൽ നമുക്ക് അത് നമ്മുടെ ഫിനാൻഷ്യൽ ജേർണി എന്ന് പറയുന്നത് ഇൻബാലൻസ്ഡ് ആവും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു കസ്റ്റമറുടെ കണ്ടിന്യൂസ് ആയിട്ട് പോളിസി കിട്ടണമെങ്കിൽ ഈ പ്രസന്റേഷൻ നമുക്ക് ഗുണം ചെയ്യും. കാരണം നമ്മൾ കസ്റ്റമറോട് പറയുമ്പോൾ അയാൾ ഒരു തവണ റിട്ടയർമെന്റ് പ്ലാനിങ് എടുക്കും, അടുത്ത തവണ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും. അപ്പൊ നിലവിലുള്ള കസ്റ്റമർക്ക് വിൽക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു എളുപ്പം. പുതിയ കസ്റ്റമറെ തേടി കണ്ടെത്തുന്നതിനേക്കാൾ അവരുടെ ഇൻഷുറൻസ് ഗ്യാപ്പ് മറ്റു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റണമെങ്കിൽ തമ്പ് റൂൾ ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്, അതിൽ ഡെത്തിന് 10 ടൈംസ്. ഇനി നോക്കൂ, പലപ്പോഴും നമ്മൾ ഫസ്റ്റത്തെ പോയിന്റിലേക്ക് വരാം. പലപ്പോഴും നമ്മൾ ഇൻഷുറൻസ് പറയുന്ന സമയത്ത് കസ്റ്റമേഴ്സ് ചിന്തിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ ഇൻഷുറൻസ് ഒന്നും ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ കൂടുതൽ കാലം ജീവിക്കും, ചിലപ്പോൾ കുറവ് ജീവിക്കും, ഡെത്തിനെ കുറിച്ച് ചിന്തിക്കില്ല. ഇത് നമ്മുടെ പ്രഗത്ഭനായ ട്രെയിനർ സഞ്ജയ് തൊലാനിയുടെ ഒരു കൺസെപ്റ്റ് ആണ്, പ്ലാൻ 28,000 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഇത്. പ്ലാൻ 28,000 അതിൽ ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ശരാശരി മനുഷ്യൻ ഒരു 73-73.5 വർഷമൊക്കെ ജീവിക്കും. കാരണം ഇന്നത്തെ കാലത്ത് മെഡിക്കൽ സയൻസും മറ്റു കാര്യങ്ങളും ഹെൽത്ത് ഇൻഷുറൻസിന്റെ അവയർനെസ്സും ഒക്കെ കൂടിയത് കൊണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ ഈ ഹെൽത്ത് അവയർനെസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇനിയുള്ള കാലത്ത് ലൈഫ് സ്പാൻ കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ 73 വർഷം എന്ന് പറയുമ്പോൾ അതിന്റെ കണക്കിന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് 80 വർഷമാക്കിയിട്ട് 80 വർഷമാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. 80 വയസ്സ് വരെ അതിന് 4 ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 28,000 ദിവസം വരില്ല. 80 വർഷം എന്ന് പറയുമ്പോൾ 365 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് 28,000 അല്ല വരെ, നിയർ അബൌട്ട് 28,000 വരെ. നോക്കൂ, അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും അവനവന്റെ ഏജിനെ കുറിച്ച് ചിന്തിച്ചോളൂ. ഇതുവരെ നാം എന്ത് ചെയ്തു, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഏതൊക്കെ സമയത്ത് നമുക്ക് ഇൻകം ഇല്ല, ഏതൊക്കെ സമയത്ത് നമുക്ക് ഇൻകം കിട്ടും എന്നുള്ളത്. ഡെത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾക്കൊരു ഇത് പറയില്ല. അപ്പൊ അവരെവിടെ നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലൈഡാണിത്. ആദ്യത്തെ 0 to 20 വയസ്സ് വരെ കാര്യമായിട്ട് ഇൻകം ഒന്നുമില്ല, ഇല്ലേ? ഇപ്പൊ 25 വയസ്സ് വരെയൊക്കെ പോവാം. ആദ്യമൊക്കെ ഒരു 0 തൊട്ട് 20 വയസ്സ് വരെ. അന്നത്തെ ആ സമയത്ത് നമ്മൾ പാരന്റ്സ് കുട്ടികൾക്ക് വേണ്ടി ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. പ്ലേ സ്റ്റഡി, ഗ്രാജുവേറ്റ്, കുട്ടികളുടെ പഠനം ഒക്കെ നടക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അവർക്ക് ഇൻകം ഉണ്ടാവില്ലെങ്കിൽ കൂടെ അവരുടെ പാരന്റ്സ് ഇവർക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി 20 to 40 അല്ലെ, വർക്ക്, ഹോം, കാർ, ഗെറ്റ് മാരീഡ്, ഫസ്റ്റ് ചൈൽഡ് ഒക്കെ വരുന്നത് ഈ ഒരു പ്രായത്തിലാണ്. 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കാണ് നമ്മുടെ ജീവിതത്തിലെ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസും നമ്മൾ നേരിടുക. ജോലി കിട്ടിയിട്ടുണ്ടാവും, വീട് വെച്ചിട്ടുണ്ടാവും, കാറ് വാങ്ങിയിട്ടുണ്ടാവും, കല്യാണം കഴിച്ചിട്ടുണ്ടാവും, ആദ്യത്തെ കുട്ടി ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ ആ സമയത്ത് അസറ്റ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ റിട്ടേൺ നോക്കി പോകുന്ന ഒരു ഏജ് ആണ്. ഇതിന് അടുത്തത് 40 to 60 അല്ലെ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കൾക്ക് ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ട ഒരു സമയം, ഹയർ എഡ്യൂക്കേഷൻ ഫണ്ട് പ്രൊവൈഡ് ചെയ്യേണ്ട സമയം. രണ്ടാമത്തെ കാറ്, അതുപോലെ തന്നെ കരിയറിൽ അടുത്തൊരു ലെവലിലേക്കൊക്കെ പോകുന്ന സമയമായിരിക്കും. പക്ഷെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി, ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരു ഏജ് ആണ് 40 to 60. ഇവിടെ നിന്ന് വെച്ചിട്ടായിരിക്കണം നമ്മൾ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനും ഒക്കെ പ്ലാൻ ചെയ്യുക. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നമ്മൾ പോളിസി കൊടുക്കുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിനായിരിക്കും. ഇത് 60 വയസ്സ് 40 to, ഇപ്പൊ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് പ്ലാനിങ് വിട്ടിരിക്കുന്നത് 40 to 50 വയസ്സാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസറും ഡിസിഷൻ മേക്കറും ആ പ്രോഡക്റ്റിന്റെ എൻജോയറും ഒക്കെ ഒരാൾ തന്നെ ആയിരിക്കും ഈ ഒരു ഏജ് ഗ്രൂപ്പിനകത്ത് പോളിസി വെക്കും. 60 to 80 എന്ന് പറയുമ്പോൾ റിട്ടയർ, ബി വിത്ത് ഫാമിലി, വരുമാനമില്ല. അപ്പൊ ഈ ഒരു കോളം നോക്കൂ നിങ്ങൾ, ആദ്യത്തെ 20 കൊല്ലം വരുമാനമില്ല, അവസാനത്തെ 20 കൊല്ലം വരുമാനമില്ല. 28,000 ദിവസത്തിൽ 14,000 ദിവസം അങ്ങനെ പോയി. ബാക്കി 14,000 ദിവസം മാത്രമാണ് നമുക്ക് ബാലൻസ് ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമ്മളുടെ എത്ര ദിവസങ്ങൾ കടന്നുപോയി, നമ്മൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണിത്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എന്താ പറയുക, ഇന്നത്തെ ഡെത്തിന് ഇന്നത്തെ കാലത്ത് എന്താ പറയാ, ഏജും മറ്റു കാര്യങ്ങളൊന്നുമില്ല. അൺഫോർച്ചുനേറ്റ് ഇവന്റ്സ് എപ്പോൾ വേണമെങ്കിലും ഒരു കസ്റ്റമറുടെ ഒരാൾക്ക് വരാം, അല്ലെ? സർപ്രൈസ് ഇവന്റ്സ് എന്ന് പറയും. ഡെത്തൊക്കെ എപ്പോഴാ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല.
അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന് പ്രിപ്പയർ ആവാൻ വേണ്ടി കസ്റ്റമറോട് പറഞ്ഞു മനസ്സിലാക്കണം, സാർ നിങ്ങളുടെ ലൈഫിൽ ഇത്രയ്ക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്, അവരുടെ നീഡും കൂടെ അനലൈസ് ചെയ്തിട്ട് ഇത്രയ്ക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഏജിലാണ് നിൽക്കുന്നത്, ഞങ്ങൾ തരുന്ന ഓരോ പ്രോഡക്റ്റിലും ഫോർച്ചുനേറ്റ്ലി എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി പ്രൊട്ടക്ഷൻ ഇൻബിൽട്ട് ആണ്. ഡെത്ത് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ഒരു 2 ലക്ഷം ഇയർലി പ്രീമിയം 15 വർഷത്തേക്ക് ഉമംഗിൽ കൊടുത്തു കഴിഞ്ഞാൽ 25 ലാക്സ് അമ്മഷോട് കവർ ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഉണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, ഫാമിലി പ്രൊട്ടക്ഷൻ ഉണ്ട്, റിട്ടേണും കിട്ടും എന്നുള്ള രീതിയിൽ അവർക്ക് അവരെവിടെ നിൽക്കുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മികച്ച ഒരു സ്ലൈഡ്. അപ്പൊ ഈ റൗണ്ട് അതിനിപ്പോ നമ്മൾക്ക് ഇങ്ങനെയുള്ള പിക്ചർ ഒന്നും ഇല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല. നമ്മൾ പ്രസന്റേഷൻ കൊടുക്കുന്ന സമയത്ത് പേജിലോ പേപ്പറിലോ നമ്മളൊരു വട്ടം വരച്ചിട്ട് അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 0 തൊട്ട് 20, 20 to 40, ഞാനൊക്കെ നിറയെ പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. സോ മെനി പ്രസന്റേഷൻ ഈ ഒരു കൺസെപ്റ്റിന്റെ പുറത്ത് കൊടുത്തിട്ടുണ്ട്. ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കാനും എത്ര കാലം കടന്നുപോയി എന്ന് മനസ്സിലാക്കുവാനും ഒക്കെ കൂടിയിട്ട് ഈ പ്രസന്റേഷൻ ഇപ്പോഴും കൊടുത്തിട്ടുണ്ട് എന്നല്ല, സ്റ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ദിസ് ഇസ് എ വണ്ടർഫുൾ പ്രസന്റേഷൻ. ഇത് ഡെവലപ്ഡ് ബൈ സഞ്ജയ് തൊലാനി എന്ന് പറയുന്ന ഗ്രേറ്റ് ട്രെയിനർ ഒക്കെ ചെയ്തു വെച്ചൊരു കൺസെപ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ആളുകളോട് പറയാം. ഇനിയിപ്പോ ഇത്തരത്തിലുള്ള പിക്ചറൊക്കെ പലരും സ്ക്രീൻഷോട്ടൊക്കെ എടുക്കുക, സ്ക്രീൻഷോട്ടോ മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുത്തോളൂ. എങ്ങനെയാണോ നമുക്ക് ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുക ആ രീതിയിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്ത്, കാരണം ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നതിന് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. അപ്പൊ ഏത് രീതിയിലൊക്കെ കസ്റ്റമർ കൺവിൻസ് ആവൂ ആ രീതിയിലൊക്കെ നമ്മൾ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഫോർ ഡെത്ത്, 10 times ഓഫ് ആനുവൽ ഇൻകം. അത് ഹ്യൂമൻ ലൈഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമറുടെ ആ ഒരു വാല്യൂവിനനുസരിച്ച് കൊണ്ടുപോകും. പക്ഷെ മിനിമം ഒരാളോട് നമ്മൾ പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 10 times ഓഫ് ആനുവൽ ഇൻകം എങ്കിലും ഡെത്തിന് വേണ്ടി ഉണ്ടാവണം. ദെൻ അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനിങ് ആണ്. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് കൺസെപ്റ്റ്, ചൈൽഡ് എഡ്യൂക്കേഷൻ പ്ലാനിങ്. അടുത്ത നമുക്ക് ഏറ്റവും കൂടുതൽ പോളിസി കിട്ടുന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്ത്, ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ധാരാളം പോളിസികൾ ഇതിന്റെ പുറത്ത് വിൽക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. ജീവൻ ലക്ഷ്യ, ചിൽഡ്രൻസ് മണി ബാക്ക്, ജീവൻ തരുണൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷെ ചൈൽഡ് എഡ്യൂക്കേഷൻ നമ്മൾ ഒരു കസ്റ്റമറുടെ മുമ്പിൽ പറയുമ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് പറയുന്നതിന് മുമ്പ് നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ചൈൽഡ് എഡ്യൂക്കേഷൻ കൺസെപ്റ്റ്. നോക്കൂ, ഇന്ത്യ ആൻഡ് ചൈൽഡ് ഇൻഷുറൻസ് അല്ലെ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് ചൈൽഡ് ഇൻഷുറൻസ് പ്ലാൻ ഈസ് ദ ഫണ്ടമെന്റൽ നീഡ് ഇൻ ടുഡേസ് വേൾഡ് സോ ദാറ്റ് യു ലിവ് എ പ്രോസ്പെറസ് ലൈഫ് വിത്ത് ദ ഫാമിലി അല്ലെ. നമ്മൾക്ക് അതായത് നമ്മൾ എന്ന വ്യക്തിക്ക്, പല പാരന്റ്സിന്റെയും ആഗ്രഹം എന്താ, എനിക്ക് ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോയ പല കാര്യങ്ങളും എന്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് നേടിയെടുക്കണം എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ കൾച്ചർ അല്ലെ. ചിലപ്പോൾ അച്ഛനും അമ്മയും പാരന്റ്സ് ഒന്നും കൃത്യമായിട്ട് ആ സമയത്ത്, ഇപ്പോഴത്തെ ഒരു മധ്യ കാലഘട്ടത്തിൽ പാരന്റ്സിന് വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ ചൈൽഡ് ഇൻഷുറൻസ് പ്ലാൻ ഈസ് ദ ഫണ്ടമെന്റൽ നീഡ് ഇൻ ടുഡേസ് വേൾഡ് സോ ദാറ്റ് യു ലിവ് പ്രോസ്പെറസ് ലൈഫ് വിത്ത് ഫാമിലിയൊക്കെ ആയിട്ട് പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു ലൈഫ് ജീവിക്കുക എന്നുള്ളതാണ് മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത്. ഇപ്പൊ നമുക്ക് വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഏജൻസ് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ മാരേജ് എൻഡോമെന്റ്, മാരേജ് ആൻഡ് ടേബിൾ 90 എഡ്യൂക്കേഷൻ പോളിസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോളിസികളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് മാരേജ് പറഞ്ഞുകൊണ്ട് പോളിസി വിൽക്കുന്നവർ വളരെ കുറവായിരിക്കും പ്രൊഫഷണൽ ഏജൻസിന്റെ ഇടയിൽ. കാരണം മാരേജിന്റെ കൺസെപ്റ്റ് മുഴുവൻ മാറിപ്പോയിരിക്കുന്നു. അപ്പൊ കുട്ടികൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതായിരിക്കണം ഇനിയുള്ള കാലത്ത് പാരന്റ്സിന്റെ ഒരു ലക്ഷ്യം. കാരണം നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ടല്ലേ, ഡൈവേഴ്സും ഫാമിലി മാരേജ് ബ്രോക്കണും ഒരുപാട് കാര്യങ്ങൾ, മാരിറ്റൽ ബ്രോക്കൺ, ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? മിക്കവാറും സ്ഥലങ്ങളിൽ ഇപ്പൊ വിസ്മയ പോലുള്ള ന്യൂസുകളൊന്നൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് മറന്നിട്ടില്ല അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്കവിടെയും സാമ്പത്തിക പ്രശ്നമാണ് വരുന്നത്. അപ്പൊ ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇടുമ്പോൾ അഥവാ ഇനിയിപ്പോ എന്തെങ്കിലും അങ്ങനെ മാരിറ്റൽ ബ്രോക്കൺ എന്തെങ്കിലും വരികയാണെങ്കിൽ ഈ കുട്ടിക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവുണ്ടാവും. സോ മക്കൾക്ക് ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഇന്നത്തെ കാലത്ത് കൊടുക്കുക. അപ്പൊ ഒരു കുട്ടിയുടെ ലൈഫിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജുകൾ ഉണ്ടാവും, ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്. ഒരു കുട്ടിയുടെ ലൈഫിൽ വരെ ആദ്യം സ്കൂളാണ്, LKG തൊട്ട് 10ാം ക്ലാസ് വരെ ചൈൽഡ് സ്കൂളിംഗ്, ദെൻ ചൈൽഡ് ഗ്രാജുവേഷൻ. സ്കൂളിംഗ് ഇപ്പൊ സ്കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +2 വരെ വരും, സ്കൂളിൽ തന്നെയാണ് +2 വരെ ഉള്ളത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ്. ദെൻ ഗ്രാജുവേഷൻ, ഡിഗ്രി ലെവലിലുള്ള പഠനങ്ങളൊക്കെ ഗ്രാജുവേഷൻ സ്റ്റേജ് ഉണ്ട്. ദെൻ ചൈൽഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ അതായത് ബിരുദാനന്തര ബിരുദം എന്ന് പറയുന്ന ആ ഒരു സംഗതി. ദെൻ ചൈൽഡ് മാരേജ്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ വരുന്ന 4 സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ വരിക ഈ 4 കാര്യങ്ങളാണ് അല്ലെ. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. ചൈൽഡ് പ്രൈമറി സ്റ്റേജിലുള്ള എഡ്യൂക്കേഷൻ, ദെൻ എന്താ പറയാ ചൈൽഡ് ഗ്രാജുവേഷൻ, ചൈൽഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ, ദെൻ ചൈൽഡ് മാരേജ്. ഈ 4 സ്റ്റേജിലൂടെയാണ് ഒരു കുട്ടികൾ കടന്നു പോകുന്നത്. ആൺകുട്ടി ആയിക്കോട്ടെ
പെൺകുട്ടി ആയിക്കോട്ടെ. അപ്പൊ ഇതിനൊക്കെ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ് പാരന്റ്സിനെ സംബന്ധിച്ച് വലിയൊരു സംഗതി. കാരണം എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ ഉള്ള ഒരു മേഖലയും കൂടെയാണ് ഇൻഫ്ലേഷൻ. അപ്പൊ അതെന്തൊക്കെയാണ് നമുക്ക് അതിനെ ബാധിക്കുക എന്നുള്ളത് കൂടി നോക്കാം. അപ്പൊ ഒരു കുട്ടിയുടെ സ്റ്റേജിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇതൊക്കെ അറിയും എല്ലാവർക്കും, എങ്കിലും നമ്മൾ കസ്റ്റമറോട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മാനറിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റേജിനെ കുറിച്ചൊക്കെ നമുക്ക് പറയേണ്ടി വരും. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ കസ്റ്റമറോട് ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ചൈൽഡ് സ്കൂളിംഗ് ഉണ്ട്, ചൈൽഡ് ഗ്രാജുവേഷൻ ഉണ്ട്, ചൈൽഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, ദെൻ ചൈൽഡ് മാരേജ്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു കുട്ടിയുടെ ലൈഫിൽ വരുന്ന സ്റ്റേജ്. ഇനി നമ്മുടെ നാട്ടിൽ ഡിഫറെന്റ് അസംഷൻ ഉണ്ട്. ഈ കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കേസിൽ അസംഷൻസ് പറയുന്ന ഒരു സംഭവമുണ്ട്. ദ പ്രൊപ്പോസർ ഈസ് അലൈവ്. അതായത് കുട്ടിയുടെ പേരിൽ പോളിസി. ഇപ്പൊ നമുക്ക് പല പാരന്റ്സിന്റെ അടുത്ത് പോകുമ്പോൾ പല പാരന്റ്സ് നമ്മളോട് എന്താ പറയാ, എനിക്ക് പോളിസി ഒന്നും വേണ്ട, കുട്ടിയുടെ പേരിൽ മതി. ദ പ്രൊപ്പോസർ ഈസ് അലൈവ്. അതായത് പോളിസി അടയ്ക്കുന്ന ആള് ജീവിച്ചിരിക്കുക. ഇപ്പൊ പ്രീമിയം വേവർ ബെനിഫിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് അസംഷൻ എന്താ, ആരാണോ കുട്ടിയുടെ പേരിൽ പോളിസി എടുക്കുന്ന ആ പ്രൊപ്പോസർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ കുട്ടിക്ക് എന്താ പറയാ, ദ അസംഷൻ നോ പ്രോബ്ലം ഇൻ എഡ്യൂക്കേഷൻ അല്ലെ. അതായത് ഇൻകം ഏണർ ഉണ്ടെങ്കിൽ കുട്ടിയെ സംബന്ധിച്ച് എഡ്യൂക്കേഷനിൽ വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരില്ല. ഇനി നോക്കൂ, രണ്ടാമത്തെ അസംഷൻ എന്താ, വൺ പാരന്റ് ഈസ് ഡെഡ് ആൻഡ് സെക്കൻഡ് പാരന്റ് ഈസ് വർക്കിംഗ്. ഒരു വീട്ടിൽ 2 കുട്ടികളുണ്ട്, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഒരു ആക്സിഡന്റിലോ എങ്ങനെയെങ്കിലും വൺ പാരന്റ് ഈസ് ഡെഡ്, സെക്കൻഡ് പാരന്റ് ഈസ് വർക്കിംഗ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ദർ ഇസ് എ ചാൻസ് ദാറ്റ് ചൈൽഡ് ഹാസ് ടു കോംപ്രമൈസ്. ചിലപ്പോ കുട്ടിയുടെ എഡ്യൂക്കേഷൻ കുട്ടി കുറച്ച് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാരന്റ് ഡെത്തായി. ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ സിംഗിൾ പാരന്റ് ആണ് ഞാൻ എന്ന് പറയുന്ന ധാരാളം ആളുകൾ കേൾക്കാം. അത് ചിലപ്പോ ഡൈവേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഡെത്ത് ആയിരിക്കാം. സോ മെനി ചാൻസസ്, ബോത്ത് ചാൻസസ് ഇതിനകത്ത് വരും. അപ്പോൾ രണ്ടാമത്തെ അസംഷൻ വൺ പാരന്റ് ഈസ് ഡെഡ്, സെക്കൻഡ് പാരന്റ് ഈസ് വർക്കിംഗ്. ദെൻ മൂന്നാമത്തെ അസംഷൻ എന്താ, വൺ പാരന്റ് ഈസ് ഡെഡ്, സെക്കൻഡ് പാരന്റ് ഈസ് നോട്ട് വർക്കിംഗ്. നാലാമത്തെ അസംഷൻ ബോത്ത് ദ പാരന്റ്സ് ആർ ഡെഡ്. ഇത് 4 നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്ന സംഗതികളാണ്. പ്രപ്പോസർ ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, കാരണം അച്ഛനും അമ്മയുണ്ട്, കാര്യങ്ങൾ അവർക്ക് ബ്രെഡ് വിന്നർ ഉണ്ട്. അങ്ങനെയുള്ള കേസിൽ കുട്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. പക്ഷെ വൺ പാരന്റ് ഈസ് ഡെഡ്, സെക്കൻഡ് പാരന്റ് ഈസ് വർക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് സിംഗിൾ പാരന്റ് ആയിരിക്കും, അവർക്ക് കുറെ ലിമിറ്റേഷൻ ഉണ്ടാവും. ഈ സാഹചര്യത്തിൽ കുട്ടി കുറച്ചൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇനി മൂന്നാമത്തെ വൺ പാരന്റ് ഈസ് ഡെഡ്, ബ്രെഡ് വിന്നർ ഡെഡ് ആയി, സെക്കൻഡ് പാരന്റ് ഈസ് നോട്ട് വർക്കിംഗ്. 100% ചൈൽഡ് ഹാസ് ടു കോംപ്രമൈസ്. 100% ചൈൽഡ് എഡ്യൂക്കേഷന്റെ കേസിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഫോർത്ത് അസംഷൻ ബോത്ത് പാരന്റ്സ് ആർ ഡെഡ്. നമ്മൾ ധാരാളം കേട്ടിട്ടില്ലേ, അച്ഛനും അമ്മയും ആക്സിഡന്റിൽ ഡെത്താവുക, 2 പേരും. ഈ കോവിഡ് കാലത്ത് കുറെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പത്രത്തിൽ കാണുന്ന ഒരു വാർത്തയാണ്, 2 വീലറിൽ പോകുന്ന അച്ഛനും അമ്മയും എവിടെയെങ്കിലും ലോറി തട്ടിയിട്ടോ പാരന്റ്സ് 2 ആളും ഡെത്താവുക. ഫോർത്ത് അസംഷൻ നോ ഹോപ്പ് ഓഫ് ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. ഇങ്ങനെ പാരന്റ്സ് 2 പേരും ഡെത്താവുന്ന സമയത്ത് കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പൊ ഈ ഒരു അസംഷൻസ് ഒക്കെ നമ്മൾ മുന്നിൽ കാണും. ഇതിൽ കുറെ ഡിസ്കഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വളരെ കുറച്ച് പാർട്ട് മാത്രം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളൂ. ചൈൽഡ് എഡ്യൂക്കേഷൻ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു 1 day ഡിസ്കസ്ഡ് കൺസെപ്റ്റ് ആണ്. അതിനകത്ത് കുറെ പോയിന്റ്സുകൾ ഉണ്ട്. പക്ഷെ ഇതാണ് നാട്ടിൽ നടക്കുന്നത്. നമ്മൾ കാണാൻ പോകുന്ന ഓരോ സ്ഥലത്തും ഈ ഒരു അസംഷൻ മുന്നിൽ വെച്ചുകൊണ്ട് വേണം ആളുകൾ ഇൻഷുറൻസ് പോളിസി എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ നമ്മൾ ഇനി നോക്കൂ, ഇതാണ് അപ്പൊ അസംഷൻസ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളാണ് നാട്ടിൽ നടക്കുക. ഈ ഒരു സ്ലൈഡ് നിങ്ങൾ നോക്കിയാൽ മതി. പ്രപ്പോസൽ അച്ഛനും അമ്മയും ഉണ്ടാവും, കുട്ടി വലിയ എഫക്റ്റ് ഇല്ല. വൺ പാരന്റ് ഡെഡ് ആവും, സെക്കൻഡ് പാരന്റ് വർക്ക് ചെയ്യുന്നുണ്ടാവും, കുട്ടി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. വൺ പാരന്റ് ഈസ് ഡെഡ്, സെക്കൻഡ് പാരന്റ് ഈസ് നോട്ട് വർക്കിംഗ്, ബോത്ത് പാരന്റ്സ് ആർ ഡെഡ്. അച്ഛൻ ഉണ്ടാവും, അമ്മ ഉണ്ടാവില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പോ ഇതിൽ നമ്മൾ നോക്കൂ, എഡ്യൂക്കേഷന്റെ കേസിൽ പാരന്റിന്റെ മുമ്പിലുള്ള ഓപ്ഷൻസിനെ കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു കുട്ടിക്ക് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ പാരന്റിന്റെ മുമ്പിലുള്ള ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇനി പാരന്റിന്റെ മുമ്പിലുള്ള ഓപ്ഷൻസ്. എന്താ, ദർ ആർ ഓൺലി 2 ഓപ്ഷൻസ്. ഫസ്റ്റ്, സേവ് ദ മണി, ഏൺ ദ ഇൻട്രസ്റ്റ്. ഒരു വിഭാഗം പാരന്റ്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കുട്ടി ജനിച്ച ഉടനെ തന്നെ നമ്മളെ പോലുള്ള അഡ്വൈസേഴ്സ് ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കുട്ടി ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിക്ക് വേണ്ടി പൈസ സേവ് ചെയ്തുകൊണ്ടിരിക്കും. സേവ് ദ മണി, ഏൺ ദ ഇൻട്രസ്റ്റ്. ആ സേവ് ചെയ്ത പൈസയിൽ നമ്മളൊരു 18 വർഷത്തെ ഒരു പോളിസി കൊടുക്കുകയാണ്. 18 വർഷം കഴിയുമ്പോൾ അവർ അടച്ച പൈസ, അതിന്റെ ബോണസും ഒക്കെ കിട്ടുമ്പോൾ ആ പൈസ വെച്ചുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന പാരന്റ്സ് ഒരു വിഭാഗം. ഓപ്ഷൻ 1, അതായത് സേവ് ദ മണി, ഏൺ ദ ഇൻട്രസ്റ്റ്. അപ്പൊ രണ്ടാമത്തെ ഒരു വിഭാഗം എന്താ, പേ ദ മണി ആൻഡ് പേ ദ ഇൻട്രസ്റ്റ്. അതായത് ബോറോ ദ മണി, പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് പേ ദ ക്യാപിറ്റൽ. ഭൂരിഭാഗം, അതായത് പഠനങ്ങൾ തെളിയിക്കുന്ന 88% ഓഫ് ദ പാരന്റ്സ് ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ലോൺ എടുക്കാൻ നടക്കുന്ന ആളുകളാണ്.
എന്താ സംഭവിക്കുക? കുട്ടിക്ക് 18 വയസ്സാവുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്യും. ആ സമയത്ത് എന്ത് ചെയ്യും? ഇവര് എഡ്യൂക്കേഷൻ ലോണിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രോബ്ലം? ലോൺ ഒരു ഘട്ടത്തിൽ അടയ്ക്കണം, ലോണിന്റെ ഇൻട്രസ്റ്റും അടയ്ക്കണം. പേ ദ മണി, പേ ദ ഇൻട്രസ്റ്റ് ആൻഡ് ക്യാപിറ്റൽ. വിച്ച് വൺ വുഡ് യു ചൂസ്? അപ്പൊ ഇതിൽ ഏതാണ് ആസ് എ പാരന്റ് എന്ന നിലയിൽ സാറ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻ 1 ഇതാണ്, സേവ് ദ മണി ആൻഡ് ഏൺ ദ ഇൻട്രസ്റ്റ്, അല്ലെ? കുട്ടിക്ക് വേണ്ടി പൈസ സേവ് ചെയ്യുന്നു, ആ പൈസ സേവ് ചെയ്ത് വെച്ച പൈസയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് കുട്ടിയെ പഠിപ്പിക്കുന്നു. ദെൻ അടുത്ത പാരന്റ് ഒരു വിഭാഗം ആളുകൾ എന്ത് ചെയ്യുന്നു? ബോറോ ദ മണി. കുട്ടിക്ക് 18 വയസ്സാകുന്ന സമയത്ത് എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്നു. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്താ ഇന്നത്തെ കാലത്ത്? കാരണം കുട്ടികൾക്ക് പ്രഷർ കൂടുതലാണ്. കാരണം എത്രയും പെട്ടെന്ന് പഠനം കഴിഞ്ഞ് ജോലിയിൽ കയറേണ്ടി വരും. കാരണം ഈ ലോൺ തിരിച്ചടയ്ക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് പലർക്കും വിചാരിച്ച ഒരു സാലറിക്ക് വേണ്ടി ഡിമാൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കാരണം വീട്ടുകാരുടെ ഇടയിൽ നിന്ന് പ്രഷർ ഉണ്ടാവും. അപ്പൊ അതിനേക്കാളുള്ള ബെറ്റർ വേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ചെറിയ ഏജ് ആകുമ്പോൾ 3 മാസം, കുട്ടി ജനിച്ച ഉടനെ അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പലർക്കും ഡൗട്ട് ഉണ്ട് എപ്പോഴാണ് എഡ്യൂക്കേഷൻ പോളിസി സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ കുട്ടി ജനിച്ച ഉടനെ തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ചെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പോളിസി എടുക്കുക, പേ ദ മണി എന്നുള്ള രീതിയിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്യാം. ദെൻ രണ്ടാമത്തെ ഓപ്ഷൻ ഇനി പാരന്റിന്റെ മുമ്പിൽ ഇനി അടുത്തൊരു ടൈപ്പ് പാരന്റ്സിന് നോക്കിക്കോളൂ. പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ആൻഡ് പെനാൽറ്റി മേക്കിംഗ് പാരന്റ്. നമ്മൾ കസ്റ്റമറോട് ചോദിക്കുകയാണ്, സർ ആർ യു ഇൻട്രസ്റ്റഡ് ടു ബിക്കം എ പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ഓർ എ പെനാൽറ്റി മേക്കിംഗ് പാരന്റ്? എന്താ പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ഓർ പെനാൽറ്റി മേക്കിംഗ് പാരന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ നോക്കിക്കോളൂ, ഈ സ്ലൈഡിൽ അത് പറയുന്നുണ്ട്. ഇപ്പോ 18 വയസ്സാകുമ്പോൾ ഹയർ സ്റ്റഡീസിന് പോവാൻ ഒരു കുട്ടിക്ക് 20 ലക്ഷം രൂപ ആവശ്യമുണ്ട്. 20 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അപ്പൊ ഒരു പാരന്റ് എന്ത് ചെയ്യുന്നു? നമ്മൾ ചെന്ന് പറഞ്ഞ ഉടനെ ആളൊരു 10 ലക്ഷത്തിന്റെ പോളിസി, ഇപ്പൊ ഒരു ജീവൻ ലാബോ ഏതോ ആയിക്കോട്ടെ, ഏതോ ഒരു പോളിസി 20 വർഷം അടയ്ക്കുന്ന പോളിസി എടുത്തു. 10 ലക്ഷം അടച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 20 ലക്ഷം രൂപ കിട്ടും. അപ്പൊ അയാൾ എത്ര ലക്ഷം രൂപയാണ് അടയ്ക്കുന്നുള്ളൂ? 10 ലക്ഷം രൂപയാണ് അടയ്ക്കുന്നത്. തിരിച്ചു കൊടുക്കുന്നത് ലാഭസഹിതം, നമ്മൾ ബോണസ് ഒക്കെ സഹിതം 20 ലക്ഷം രൂപ കൊടുക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു പാരന്റ് എന്താ ചെയ്യുന്നത്? പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ആവുകയാണ്. 10 ലക്ഷം രൂപ അയാൾ അടയ്ക്കുന്നു, 10 ലക്ഷം രൂപ കമ്പനി ബോണസും മറ്റു കാര്യങ്ങളുമായിട്ട് തിരിച്ചു കൊടുക്കുന്നു. 10 ലക്ഷം അയാൾക്ക് ലാഭമാണ്, 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കും. ഇനി പെനാൽറ്റി മേക്കിംഗ് പാരന്റ് എന്താ ചെയ്യുക? 20 ലക്ഷം രൂപ ഹയർ സ്റ്റഡീസിന് ആവശ്യമുണ്ട്. ആ സമയത്ത് 20 ലക്ഷം രൂപ ഹയർ സ്റ്റഡീസിന് ആവശ്യമുണ്ട്. ലോൺ എടുത്തു, 20 ലക്ഷം രൂപ ലോൺ എടുത്തു. ഹയർ സ്റ്റഡീസിന് ലോൺ എടുത്തത് അടച്ചു തീരുന്ന സമയത്ത് ഏകദേശം ഒരു 30 ലക്ഷം 35 ലക്ഷം രൂപയാവും. അപ്പോ നേരത്തെയുള്ള പാരന്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് അവരെന്ത് ചെയ്തു? 20 ലക്ഷം രൂപയാക്കി മാറ്റി 10 ലക്ഷം പ്രോഫിറ്റ് ഉണ്ടാക്കി. ലോൺ എടുത്ത പാരന്റ് എന്താ ചെയ്ത്? ആക്ച്വൽ 10 ലക്ഷം രൂപയെ അങ്ങേരും മറ്റേയാളെ പോലെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ നമ്മളുടെ ജീവൻ ലക്ഷ്യം ഏതോ ഒരു പോളിസിയിൽ. പക്ഷെ അങ്ങേര് ലോൺ എടുത്തത് കൊണ്ട് 25 ലക്ഷം പെനാൽറ്റി ഉണ്ടാക്കി. മറ്റേയാൾ 10 ലക്ഷം അടച്ചപ്പോൾ 20 ലക്ഷം കിട്ടി. ഇയാൾ 20 ലക്ഷം രൂപ ലോൺ എടുത്തപ്പോൾ എക്സ്ട്രാ കുറച്ച് പൈസ അടയ്ക്കേണ്ടി വന്നു. നേരെ മറിച്ച് 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താണെങ്കിൽ ഇങ്ങേർക്ക് 35 ലക്ഷം അടയ്ക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ ഇയാൾ എന്ത് സംഭവിച്ചു? പെനാൽറ്റി മേക്കിംഗ് പാരന്റ് ആയി. സാറ് കുട്ടികളുടെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ ആർ ഇൻട്രസ്റ്റഡ് ടു ബിക്കം എ പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ഓർ എ പെനാൽറ്റി മേക്കിംഗ് പാരന്റ്? ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇത് അടുത്ത ഓപ്ഷൻ. അപ്പൊ ഇതിൽ ഏത് പാരന്റ് ആവാനാണ് സാർ ആഗ്രഹിക്കുന്നത് എന്ന് കസ്റ്റമറോട് നമുക്ക് ചോദിക്കാം. പോളിസി പ്രസന്റ് ചെയ്യുന്ന സമയത്ത് പല പല ഒബ്ജക്ഷൻസ് ഒക്കെ വരുമ്പോൾ ഇനി അടുത്തതാണ് അസ്ട്രോളജറുടെ അടുത്ത് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെ? നമ്മൾ പലപ്പോഴും ഈ കുട്ടികളുടെ മാരേജും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടാണ്, പെൺകുട്ടികളുടെ മാരേജ്, ആരുടെ മാരേജിനാണെങ്കിലും നമുക്ക് ഈ ജാതകം നോക്കില്ല, അങ്ങനെയുള്ള കുറെ കൺസെപ്റ്റുകൾ ഒരു വിഭാഗം ആളുകളുണ്ട്. അപ്പോഴാണ് ചില പാരന്റ്സ് പറയാറില്ലേ, അതിപ്പോ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ദാമ്പത്യം നിലനിൽക്കില്ല എന്നാ പറയണത്. ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ജോത്സ്യൻ പറയുന്നത്. കല്യാണത്തിന്റെ കാര്യത്തിൽ പറയാം, കാരണം കാശില്ലെങ്കിൽ ജോത്സ്യൻ അങ്ങനെ പറഞ്ഞു എന്ന് പറയാം. പക്ഷേ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരിക്കലും +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിന് ഇനി കാശില്ല, അതുകൊണ്ട് ജോത്സ്യൻ പറഞ്ഞിട്ടുണ്ട് 18 വയസ്സിൽ +2 പാസ്സായി 21 വയസ്സിൽ ഡിഗ്രിക്ക് ചേർത്തിയാലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ള സംഗതി പറയാൻ പറ്റും. അപ്പൊ എഡ്യൂക്കേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പൊ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളെ പഠിക്കാൻ വിട്ടു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പഠനം നടക്കുള്ളൂ. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഇതിൽ ഏത് വിഭാഗം കസ്റ്റമറാണ് നമ്മൾ കസ്റ്റമറോട് എഡ്യൂക്കേറ്റ് ചെയ്യുക? അതായത് സേവ് ദ മണി ഏൺ ദ ഇൻട്രസ്റ്റ് ആവണോ, പ്രോഫിറ്റ് മേക്കിംഗ് പാരന്റ് ആവണോ, പെനാൽറ്റി മേക്കിംഗ് പാരന്റ് ആവണോ? അടുത്തത് ഞാൻ എല്ലാ പാരന്റ്സിനോടും പറയണമെന്ന് ഞാൻ പറയില്ല, അത് മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. ചില ഘട്ടങ്ങളിലൊക്കെ നമുക്കിത് പ്രയോഗിക്കാം. സോ ചൈൽഡ് ഇൻഷുറൻസ് മീൻസ് ഇൻഷുറിംഗ് ദ എഡ്യൂക്കേഷൻ ഓഫ് ദ ചൈൽഡ്. കുട്ടികളുടെ പേരിൽ പോളിസി കൊടുക്കുക എന്നുള്ളതിനർത്ഥം കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ആസ് എ പാരന്റ് എന്ന നിലയിൽ ഉറപ്പാക്കേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് കുട്ടികളുടെ എഡ്യൂക്കേഷനാണ്. ഇനി അടുത്ത കൺസെപ്റ്റ്, അപ്പൊ നമ്മൾ ഡെത്തിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു, എഡ്യൂക്കേഷൻ എന്നുള്ള സംഗതിയെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു, അല്ലെ? റിട്ടയർമെന്റ് പ്ലാനിങ്.
വെരി വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ പോളിസികൾ ജീവൻ ഉമംഗ് ആയിക്കോട്ടെ, വലിയ വലിയ പോളിസികൾ ആയിക്കോട്ടെ, ഈ ഒരു കൺസെപ്റ്റിന്റെ പുറത്താണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്നത്. റിട്ടയർമെന്റ് പ്ലാനിങ്. റിട്ടയർമെന്റ് പ്ലാനിങ് ഒരു വലിയ സബ്ജക്റ്റ് ആണ്. ഞാൻ അതിന്റെ കുറച്ച് ക്രീം ആയിട്ടുള്ള കുറച്ച് സ്ലൈഡ്സ് മാത്രം കൊണ്ടുവച്ചിട്ടുണ്ട്. റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിട്ടയർമെന്റ് ഈസ് എ പ്രോസസ് ഓഫ് ബിൽഡിംഗ് എ കോർപ്പസ് ഫോർ ദ ഇൻവെസ്റ്റർ വിച്ച് ഹെൽപ്പ് ഹിം ടു ലീഡ് എ കംഫർട്ടബിൾ റിട്ടയർമെന്റ് ലൈഫ്. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു. കുറെ കംഫർട്ടബിൾ റിട്ടയർഡ് ലൈഫ്, അല്ലെ, കംഫർട്ടബിൾ ആയിട്ടുള്ള റിട്ടയർമെന്റ് ലൈഫിൽ ആണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കോർപ്പസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള പല പ്രോഡക്റ്റും അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം പ്രൊവൈഡ് ചെയ്യും. കോർപ്പസ് ഒരു സൈഡിൽ ഉണ്ടാവും, ആ കോർപ്പസിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻകം പ്രൊവൈഡ് ചെയ്യും. ദെൻ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ആ ഫണ്ട് എടുത്ത് ഫാമിലിക്ക് കൊടുക്കും. അത്തരത്തിലുള്ള സംഗതികളാണ് റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ലൈഫിൽ 3 സ്റ്റേജ് ഉണ്ട്. 3 സ്റ്റേജസ് ഓഫ് ലൈഫ് ആൻഡ് 3 ടൈപ്സ് ഓഫ് പെൻഷൻ. ലൈഫിലുള്ള 3 സ്റ്റേജ് ഉണ്ട്, 3 സ്റ്റേജസ് ഓഫ് ലൈഫ്, 3 ടൈപ്പ് ഓഫ് പെൻഷൻ. നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടും. ഒന്നെന്താ? ലേണിംഗ് ലൈഫ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഫസ്റ്റ് വരുന്ന ലൈഫ് എന്ന് പറയുന്നത് ലേണിംഗ് ലൈഫ് ആണ്. 0 to 25 years, 0 തൊട്ട് 25 വയസ്സ് വരെ ആയിരിക്കും ഈ ലേണിംഗ് ലൈഫ് എന്ന് പറയുന്നത്. ദെൻ ഏർണിംഗ് ലൈഫ് എന്ന് പറഞ്ഞാലോ 25 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ. ദെൻ റിട്ടയർമെന്റ് ലൈഫ്, 60 വയസ്സ് തൊട്ട് ബാലൻസ് നമ്മൾ എത്ര കാലം, 60 വയസ്സിൽ റിട്ടയർ ആവണം, പ്ലാൻ ചെയ്താവുകയാണെങ്കിൽ 60 വയസ്സിൽ റിട്ടയർ ആവണം. ഗവൺമെന്റ് ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ആ സമയത്ത് റിട്ടയർ ആവും. പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ പിന്നെയും പോവും. ചിലപ്പോൾ എന്താ പറയാ, ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടില്ലെങ്കിൽ നിറയെ ആളുകൾ, വയസ്സായ ആളുകൾ, വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പെൻഷൻ എന്താ? സോഷ്യൽ പെൻഷൻ, അല്ലെ? സോഷ്യൽ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന പെൻഷൻ. പക്ഷെ ഗവൺമെന്റിന് എത്ര ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റും? അപ്പൊ ഗവൺമെന്റിന് കൊടുക്കാൻ പറ്റുന്ന പെൻഷൻ ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് നമ്മൾ കാത്തിരുന്നിട്ട് കാര്യം. ദെൻ ഒക്യുപേഷണൽ പെൻഷൻ, നമ്മൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ജോലി തന്ന ആ സ്ഥാപനം നമുക്ക് തരുന്ന പെൻഷനെയാണ് ഒക്യുപേഷണൽ പെൻഷൻ എന്ന് പറയാ. ദെൻ അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ പെൻഷൻ. നമ്മൾ വർക്ക് ചെയ്യുന്നത് ഈ തേർഡ് പറയുന്ന കാര്യം, ഇൻഡിവിജ്വൽ പെൻഷൻ ആളുകളോട് എടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടയർമെന്റ് പ്ലാനിങ്ങിൽ എക്സ്പെർട്ട് ആവേണ്ട ഒരു കാര്യം. അപ്പൊ സോഷ്യൽ പെൻഷൻ, ഒക്യുപേഷണൽ പെൻഷൻ, ഇൻഡിവിജ്വൽ പെൻഷൻ. നമ്മൾ കാണാൻ പോകുന്ന ആളുകൾ ഇതിൽ ഏത് പെൻഷൻ വിഭാഗത്തിലാണ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതോ അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ലേണിംഗ് ലൈഫ്, ഏർണിംഗ് ലൈഫ്, റിട്ടയർമെന്റ് ലൈഫ്. അപ്പൊ ലേണിംഗ് ലൈഫാണ്. ഏർണിംഗ് ലൈഫിൽ ലേണിംഗ് നമ്മൾ എത്ര നന്നായിട്ട് പഠിക്കുന്നു, ആ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അതാണ് നമുക്ക് ഏർണിംഗ് കൊണ്ടുവന്ന് തരിക. ആ ഏർണിംഗ് ലൈഫിൽ നമ്മൾ മാറ്റിവെക്കുന്ന ഒരു കോർപ്പസ് ആണ് നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള റിട്ടയർമെന്റ് പ്ലാൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ സോഷ്യൽ പെൻഷൻ നമ്മളിത് ആളുകളോട് ഡിസ്കസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ പെൻഷൻ ഗവൺമെന്റിന് കൊടുക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്, അല്ലെ? നമുക്ക് ഒരുപാട് പൈസയൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ആളുകളുടെ ഇടയിൽ ഈ ഒരു പെൻഷൻ എത്ര ആൾക്ക് കൊടുക്കാൻ പറ്റും? സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് എണ്ണം വളരെ കുറവാണ്. അഥവാ കൊടുക്കുകയാണെങ്കിൽ പരിമിതമായിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇനി ഒക്യുപേഷണൽ പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗവൺമെന്റ് ജോലിയിലും മറ്റുള്ള ആളുകളും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന പെൻഷനാണ് ഒക്യുപേഷണൽ പെൻഷൻ. അതും ചിലപ്പോൾ നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പെൻഷൻ കിട്ടുന്ന ധാരാളം ആളുകളുണ്ട്, ESI പെൻഷൻ. അതുപോലെ നേരെ മറിച്ച് ഇൻഡിവിജ്വൽ പെൻഷൻ ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ വലിയൊരു നമുക്ക് ആവശ്യമുള്ള ഒരു പെൻഷൻ എമൗണ്ട് നമുക്ക് അതിലൂടെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഇൻഡിവിജ്വൽ പെൻഷൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ഗുണം. അപ്പൊ നമ്മൾ ആളുകളെ പ്രേരിപ്പിക്കേണ്ട ഒരു കാര്യം എന്താ? ഇനി അഥവാ നിങ്ങൾക്ക് ഒക്യുപേഷണൽ പെൻഷൻ ഉണ്ടെങ്കിൽ കൂടെ, അപ്പൊ ഞാനൊക്കെ നിറയെ ഗവൺമെന്റ് എംപ്ലോയീസിന് ജീവൻ ഉമംഗ് പോളിസി കൊടുത്തിട്ടുണ്ട്. എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പെൻഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ വർഷത്തിലൊരിക്കൽ വലിയൊരു എമൗണ്ട് കിട്ടും. നിങ്ങളുടെ പെൻഷൻ കിട്ടുന്നതോടൊപ്പം തന്നെ വർഷത്തിലൊരിക്കൽ ഒരു വലിയ എമൗണ്ട് കിട്ടും. ആ പെൻഷനും വാങ്ങിക്കാം, ഈ പെൻഷനും വാങ്ങിക്കാം. അല്ലെങ്കിലോ എല്ലാ വർഷത്തിലും ഒരു കമ്മ്യൂട്ടേഷൻ നടത്തിയെന്ന് ചിന്തിച്ചാൽ മതി. സാധാരണ നിങ്ങൾ പെൻഷൻ ആവുന്ന സമയത്താണ് കമ്മ്യൂട്ടേഷൻ നടത്തുക, അത് തിരിച്ചു പിടിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ എല്ലാ വർഷവും നിങ്ങൾക്ക് പെൻഷൻ കമ്മ്യൂട്ടേഷൻ ആണ്. തിരിച്ചടയ്ക്കേണ്ട ആ ഒരു പെൻഷൻ ഫണ്ട് വളർന്നു വരും. നിങ്ങളുടെ ഫാമിലിക്ക് ഒരു ലെഗസി ട്രാൻസ്ഫറിന് വേണ്ടി നിങ്ങൾക്ക് അത് ഉപകരിക്കാൻ പറ്റും. ഇൻഷുറൻസ് കവർ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. ധാരാളം ഗവൺമെന്റ് എംപ്ലോയീസിന് ജീവൻ ഉമംഗ് പോളിസി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വൽ പെൻഷൻ ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മേഖലയിൽ, കാരണം പെൻഷൻ പോളിസികൾ വിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻ പോളിസികൾക്ക് 2 ഫേസ് ഉണ്ട്, അക്യുമുലേഷൻ ഫേസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എന്ന് പറയും. അതായത് നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ എമൗണ്ട് അക്യുമുലേറ്റ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പൈസ. അപ്പൊ പെൻഷൻ പ്ലാനിൽ എപ്പോഴും അക്യുമുലേഷൻ ഫേസിലുള്ള ഗ്യാരണ്ടി കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കല്ല കൊടുക്കേണ്ടത്, ഡിസ്ട്രിബ്യൂഷൻ ഫേസിൽ ഗ്യാരണ്ടി കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്. കാരണം നമ്മുടെ ജീവൻ ഉമംഗിന്റെ പ്രത്യേകത ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ് ഗ്യാരണ്ടി കൊടുക്കുന്നത്. 8% ഓഫ് ദ സം അഷ്യൂർഡ് എവറി ഇയർ SB ആയിട്ട് കൊടുക്കും. ദെൻ പാരലൽ ആയിട്ട് ഫാമിലിക്ക് ഒരു അസറ്റ് ക്രിയേറ്റ് ആവും. അവർക്ക് പെൻഷൻ കിട്ടുന്നതിനോടൊപ്പം തന്നെ ഫാമിലിക്ക് പാരലൽ ആയിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ആവും. ദാറ്റ് ഈസ് അക്യുമുലേഷൻ ഫേസ്. നേരെ ഡിസ്ട്രിബ്യൂഷൻ ഫേസ്. അക്യുമുലേഷൻ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പലപ്പോഴും ആളുകൾ നമ്മളോട് ഡൗട്ടായിട്ട് ചോദിക്കുക അക്യുമുലേഷൻ ഫേസിൽ എന്ത് ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതാണ്. എത്ര കിട്ടും, ഞാൻ അടച്ചാൽ എത്ര കിട്ടും. പക്ഷെ പെൻഷൻ പ്ലാൻ കൊടുക്കുമ്പോൾ അതിന് ഡിസ്ട്രിബ്യൂഷൻ ഫേസിലാണ് ഗ്യാരണ്ടി നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ കസ്റ്റമറോട് ഡിസ്കസ് ചെയ്യുക പെൻഷൻ പ്ലാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്. ദെൻ തിങ്സ് ഹാപ്പൻ ടുഡേ അല്ലെ, നോക്കൂ പെൻഷൻ പ്ലാനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് വി ആർ ഇൻ ലിവിങ് സ്റ്റോൺ അൺടേൺഡ് ഇൻ ടേക്കിംഗ് കെയർ ഓഫ് ചിൽഡ്രൻ. സാധാരണ മിഡിൽ ക്ലാസിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കില്ല. മക്കളെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് കയ്യിലുള്ള പൈസയൊക്കെ ചെലവാക്കും. അപ്പൊ മക്കളാണ് റിട്ടയർമെന്റ് പ്ലാനിംഗ് എന്നൊരു ചിന്തയും വരും. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ നീഡ്സ് ആർ അവർ ടോപ്പ് പ്രയോറിറ്റി. കുട്ടികളുടെ എഡ്യൂക്കേഷന് ടോപ്പ് പ്രയോറിറ്റി കൊടുക്കും. ഇവിടെയാണ് നമ്മൾ തമ്പ് റൂൾ ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ് മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിലേക്കും കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്തോണം, കുട്ടികളുടെ എഡ്യൂക്കേഷനും റിട്ടയർമെന്റിനും ഒക്കെ. വി ആർ ഫോർഗെറ്റിംഗ് വി ഹാവ് ടു വർക്ക് to create a retirement corpus which will help us to taking care of our needs when the regular source of income. അപ്പൊ ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കില്ല. കാരണം കുട്ടികളുടെ പഠനവും മറ്റു കാര്യങ്ങളും 40 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് വെച്ച് ചെയ്തു തീർക്കേണ്ട കുറെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. എവരി വൺ നോസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിട്ടയർമെന്റ് ബട്ട് വി ഡു നോട്ട് ആൾവേസ് വർക്ക്. എല്ലാവർക്കും അറിയാം റിട്ടയർമെന്റ് ആവുന്നത്, പക്ഷെ അതിനുവേണ്ടി വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം റിട്ടയർമെന്റ് പ്ലാനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻകം എന്ന് കിട്ടുന്നോ അന്ന് തൊട്ട് 20% റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. അതെന്തിനാ 20% എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പൊ കേരള മാർക്കറ്റിലുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷനൊക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത് ഗവൺമെന്റ്. അപ്പൊ അതിന്റെ ഒരു ഫോർമുല പറഞ്ഞു കൊടുക്കുക. അപ്പൊ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ നാട്ടിൽ നടക്കുന്ന സംഗതി ഇതാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പൈസ ചെലവാക്കും. ഇനി എന്തുകൊണ്ട് റിട്ടയർമെന്റ് പ്ലാനിങ് ഇന്നത്തെ കാലത്ത് എടുക്കണം എന്നുള്ളതാണ് അടുത്ത സംഗതി അല്ലെ. എന്തുകൊണ്ട് റിട്ടയർമെന്റ് പ്ലാനിങ് ഇന്നത്തെ കാലത്ത് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ലൈഫ് എക്സ്പെക്ടൻസി ഇൻ ഇന്ത്യ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് മെഡിക്കൽ സയൻസും മറ്റു കാര്യങ്ങളൊക്കെ വളർന്നത് കൊണ്ട് ജോലി ചെയ്ത കാലഘട്ടത്തെക്കാൾ കൂടുതൽ ജോലി ചെയ്യാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാവും. അപ്പൊ വർക്ക് ചെയ്യുന്നത് 55 വയസ്സ് വരെ ആയിരിക്കും, പക്ഷെ ജീവിച്ചിരിക്കുന്നത് 85 വയസ്സ് വരെ ആയിരിക്കും. അപ്പൊ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്നത് കൂടിയിരിക്കുകയാണ്. അത് മാത്രമല്ല പുതിയ ജോബുകളിലൊക്കെ നമ്മുടെ ഇപ്പോഴുള്ള കോമ്പീറ്റൻസ് ചിലപ്പോൾ ഗുണം ചെയ്യില്ല. പുതിയ ആളുകൾ റീപ്ലേസ് ചെയ്യുമ്പോൾ ജോലി പെട്ടെന്ന് 45 വയസ്സിലോ 50 വയസ്സിലോ റിട്ടയർമെന്റ് ആയി പോണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ആ ഒരു ലൈഫ് സ്പാൻ ഏറ്റവും കൂടുതലാവുകയും റിട്ടയർമെന്റ് നേരത്തെ ആവുകയും ചെയ്യുമ്പോൾ റിട്ടയർമെന്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പൈസ എടുത്തു വെക്കേണ്ടി വരും. ദെൻ ഇൻക്രീസ് ഇൻ ഡിപ്പെൻഡൻസി റേഷ്യോ. അതായത് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ, വയസ്സായ ആളുകൾ മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പ്രോപ്പർ ആയിട്ടുള്ള റിട്ടയർമെന്റ് പ്ലാനിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് യങ്സ്റ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നമ്മുടെ 1 ഇയർ കോഴ്സിനകത്ത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിന്റെ പോയിന്റുകൾ മാത്രം ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. ഡിക്ലൈൻ ഇൻ ജോയിന്റ് ഫാമിലി സ്ട്രക്ചർ. കൂട്ടുകുടുംബം എന്നുള്ള വ്യവസ്ഥിതി ഇല്ലാതായിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഫാമിലി എന്നുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തു നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നുള്ള ഒരു ചിന്ത ഇനിയുള്ള കാലത്ത് വേണ്ട. ആളുകൾ ചെറിയ ഫാമിലിയിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. നാം 2 നമുക്ക് 2 എന്നൊക്കെ ആയിരുന്നു നേരത്തെ. ഇപ്പൊ നാം 1 നമുക്കൊന്ന് എന്നുള്ളതാണ്. ഇപ്പൊ നാം 1 നമുക്കൊന്നും വേണ്ട എന്നുള്ള ചിന്തയിലേക്കും ന്യൂ ജനറേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡിക്ലൈൻ ഇൻ ജോയിന്റ് ഫാമിലി സ്ട്രക്ചർ. ആ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ സഹായിക്കുക എന്നുള്ളൊരു ചിന്തയൊക്കെ ആളുകളിൽ നിന്ന് പോയിരിക്കുകയാണ്. മാക്സിമം മൊബൈലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു തലമുറയാണ് ഇനിയൊക്കെ നമുക്ക് വരാൻ പോകുന്നത്. അപ്പോ എന്താ സംഭവിക്കുക, കൃത്യമായിട്ട് അങ്ങനെ അടുത്തുള്ളവന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്ന ആളുകൾ കുറവായിരിക്കും. ജോയിന്റ് ഫാമിലി, ലാക്ക് ഓഫ് പ്രോപ്പർ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ പെൻഷൻ ഗവൺമെന്റിന് ആളുകളെ, അതായത് വയസ്സായ ആളുകളെ നോക്കത്തക്ക രീതിയിലുള്ള പൈസകളൊന്നും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ജനസംഖ്യ കൂടുതലൊക്കെ ആയതുകൊണ്ട് ഗവൺമെന്റിനും പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റുന്നില്ല. ദെൻ 5ാമത്തെ പോയിന്റ്, ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ. ഇന്ന് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് 10 കൊല്ലം കഴിയുമ്പോൾ ഇൻഫ്ലേഷൻ കയറി 200 250 രൂപയാവും. പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. പർച്ചേസിങ് കപ്പാസിറ്റി, പൈസയുടെ മൂല്യം അതുപോലെ ഇരിക്കും, പക്ഷെ പർച്ചേസിങ് കപ്പാസിറ്റി, ഇൻഫ്ലേഷൻ. പലപ്പോഴും നമ്മൾ ആളുകളെ ക്യാൻവാസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ പറയുന്ന ഒരു പ്രധാന കാര്യം ഇതാണ്. അതായത് എന്താ, ഇൻഫ്ലേഷൻ. നിങ്ങൾ ഇന്നിപ്പോ മാസം 10,000 രൂപ അടച്ചിട്ട് 20 വർഷം കഴിയുന്ന സമയത്ത് ഈ പൈസ കിട്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പരോക്ഷമായിട്ട് പറയുന്നത് ഇൻഫ്ലേഷനെ കുറിച്ചാണ്. പക്ഷെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഒരു കോർപ്പസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇൻഫ്ലേഷനൊക്കെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിട്ടയർമെന്റ് പ്ലാനിങ് എന്തുകൊണ്ട് ഒരാൾ എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് എക്സ്പെക്ടൻസി കൂടി വരികയാണ്. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കാൻ പോകും ആളുകൾ. ഇൻക്രീസ് ഇൻ ഡിപ്പെൻഡൻസി റേഷ്യോ, അതായത് മക്കളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരും. ഡിക്ലൈൻ ഇൻ ജോയിന്റ് ഫാമിലി സ്ട്രക്ചർ. ജോയിന്റ് ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇല്ലാതായിരിക്കുന്നു. ലാക്ക് ഓഫ് പ്രോപ്പർ സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം. നമ്മുടെ നാട്ടില് പ്രോപ്പർ ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റം ഇല്ല. ഇമ്പാക്ട് ഓഫ് ഇൻഫ്ലേഷൻ.
പണപ്പെരുപ്പം എന്ന് പറയുന്ന ഭീകരനായിട്ടുള്ള ഒരു സംഗതി ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാൻ മാസം 20,000 രൂപ വേണമെങ്കിൽ നിങ്ങൾ 20 വർഷം കഴിഞ്ഞ് റിട്ടയർ ആവുന്ന സമയത്ത് മന്ത്ലി ഒരു 6%, 7% ഒക്കെ ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റർ ഒക്കെ നമ്മുടെ മൊബൈലിലൊക്കെ ഉണ്ടാവും. അത് അടിച്ച് അവർക്ക് പ്രൂഫ് സഹിതം കാണിച്ചു കൊടുക്കുക. അപ്പൊ ഇപ്പൊ ഏതൊരു ഇൻവെസ്റ്റ്മെന്റിന്റെ മാജിക് എന്ന് പറയുന്നത് കോമ്പൗണ്ടിങ് ആണ്. നിങ്ങൾ എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്നോ അത്ര നേരത്തെ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടും. ഇപ്പൊ നോക്കൂ, ഞാനൊക്കെ ഗവൺമെന്റ് ജോലിക്ക് പോയിരുന്ന സമയത്ത് ഗവൺമെന്റ് ജോലിയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കാതെ തന്നെ പെൻഷന് വേണ്ടി പൈസ കട്ട് ചെയ്യും, അല്ലെ? വിത്തൗട്ട് അവർ പെർമിഷൻ ചോദിക്കില്ല, അതാത് മാസങ്ങളിൽ പൈസ കട്ട് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കില്ല. അവർ വേറെ എന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ കൊണ്ട് പ്ലാൻ ചെയ്യും. അവസാനം റിട്ടയർമെന്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് 55 വയസ്സിലായിരിക്കും. ഇപ്പൊ നമ്മളിൽ ഓരോരുത്തരോടും പെൻഷൻ പ്ലാൻ വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളുകളുടെ ഏജ് ഗ്രൂപ്പ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചോ, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എന്താ കൊടുക്കാൻ പറ്റുക? നമുക്ക് വേണമെങ്കിൽ ആന്യൂറ്റി പ്ലാൻസ് കൊടുക്കാം, ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ ഒന്നിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. പക്ഷെ അതിനേക്കാൾ ഫാർ ബെറ്റർ ജോലി കിട്ടിയ ഉടനെ തന്നെ, ഇൻകം സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഒരു പൈസ അതിനുവേണ്ടി സേവ് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ റിട്ടയർമെന്റ് പ്ലാനിങ്ങിലേക്ക് വരും. ഇനി ചിലർക്കുള്ള ഒരു വലിയൊരു ആത്മവിശ്വാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ കയ്യിലുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് ഇനഫ് ആണ്. ഞാൻ നോക്കൂ, ടൈപ്സ് ഓഫ് ഇൻകം ഉണ്ട്. 4 തരത്തിലെ ആളുകൾ ഇൻകം വാങ്ങിക്കുന്നു. റിട്ടയർമെന്റ് പ്ലാനിങ്ങിന്റെ ഡിസ്കഷനിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണിത്. ആക്റ്റീവ് ഇൻകം എന്താണ്? ആക്റ്റീവ് ഇൻകം ടൈപ്പ് ഓഫ് ഇൻകം 4 തരത്തിലുള്ള ഇൻകം ആണ് ഉണ്ടാവുന്ന. ആക്റ്റീവ് ഇൻകം, അതായത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻകം കിട്ടും, നിർത്തിയാൽ കിട്ടില്ല. ഏതൊക്കെയാണ് ആക്റ്റീവ് ഇൻകം? സാലറി, കൺസൾട്ടേഷൻ ഫീസ്, പ്രൊഫഷണൽ ചാർജസ്, ബിസിനസ് പ്രോഫിറ്റ് ഒക്കെ. സാലറി, ജോലിക്ക്. ക്രിയേറ്റീവ് ഇൻകം, ബോഡി മൈൻഡ് ആൻഡ് ടൈം കൃത്യമായിട്ട് അനലൈസ് എന്താ പറയുക, കോമ്പിനേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഇൻകം കിട്ടുള്ളൂ. അതിനെയാണ് ആക്റ്റീവ് ഇൻകം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന 90% ആളുകളും ആക്റ്റീവ് ഇൻകത്തിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. സാലറി, കൺസൾട്ടേഷൻ ഫീസ്, പ്രൊഫഷണൽ ചാർജസ്, ബിസിനസ് പ്രോഫിറ്റ്. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻകം കിട്ടും, നിർത്തിയാൽ കിട്ടില്ല, അല്ലെ? അതുപോലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, എഞ്ചിനീയർ ആയിക്കോട്ടെ, അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രം ഇൻകം കിട്ടുന്നു, വർക്ക് നിർത്തിയാൽ കിട്ടില്ല. ദെൻ സെമി ആക്റ്റീവ് ഇൻകം, രണ്ടാമത്തെ ടൈപ്പ് ഇൻകം ഏതാണ്? സെമി ആക്റ്റീവ് ഇൻകം. ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി ഇനഫ് എന്നുള്ള രീതിയിൽ. അപ്പൊ റെന്റൽ ഇൻകം, ഇൻട്രസ്റ്റ് ഓൺ ലെൻഡിങ് ഒക്കെ സെമി ആക്റ്റീവ് ഇൻകം ആണ്. അതായത് ഇപ്പൊ കെട്ടിടം കെട്ടി വാടകയ്ക്ക് കൊടുക്കും. പലരും ചിന്തിച്ചിരിക്കുന്നത് പാസീവ് ഇൻകം ആണെന്നുള്ളതാണ്. പക്ഷെ അത് സെമി ആക്റ്റീവ് ഇൻകം ആണ്. റെന്റൽ ബിൽഡിംഗ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലെൻഡിങ്, എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിന് വാങ്ങിക്കുക, അതൊക്കെ സെമി ആക്റ്റീവ് ഇൻകം ആണ്. പാസീവ് ഇൻകം ബട്ട് നോട്ട് ഗ്യാരണ്ടീഡ്. മൂന്നാമത്തെ കാറ്റഗറി എന്താ? ഡിവിഡൻഡ്, ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്, ടേം ബേസ്ഡ് ഈൽഡ് ഒക്കെ പാസീവ് ഇൻകം ബട്ട് നോട്ട് ഗ്യാരണ്ടീഡ് ആണ്. ഇപ്പൊ നോക്കൂ, ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ട്, ഡിവിഡൻഡ് ഉണ്ട്. ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കമ്പനി കൊടുക്കണം എന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് ആ ഡിവിഡൻഡ് യൂസ് ചെയ്യണമെന്ന് കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില്ല. അതുപോലെ ചിലപ്പോൾ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. കണ്ടീഷൻ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റിന്റെ 20% അച്ഛന് കൊടുക്കുക എന്നുള്ളതായിരിക്കും. പക്ഷെ മക്കൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോഴാണ് അച്ഛൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പൈസ വേണമെന്ന് ചോദിക്കുമ്പോൾ അച്ഛനോട് മക്കൾ പറയും, ഞങ്ങൾ അടുത്തൊരു ബ്രാഞ്ചും കൂടെ തുടങ്ങാൻ പോവുകയാണ്, അതുകൊണ്ട് അച്ഛന് ഇപ്പൊ തരാൻ പൈസ ഇല്ല. അത് പാസീവ് ഇൻകം ബട്ട് നോട്ട് ഗ്യാരണ്ടി. ഇനി അടുത്തത് എന്താ? പാസീവ് ഇൻകം ഗ്യാരണ്ടി. ആന്യൂറ്റീസ്, ഗവൺമെന്റ് ബാക്ക്ഡ് പെൻഷൻ സ്കീംസ് ഒക്കെ പാസീവ് ഇൻകം ആണ്, ഗ്യാരണ്ടീഡ്. അപ്പൊ നമ്മൾ എപ്പോഴും ആളുകൾക്ക് കൊടുക്കേണ്ടത്, നോക്കൂ സാർ, ഞാൻ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പാസീവ് ഇൻകം ഗ്യാരണ്ടീഡിനെ കുറിച്ചാണ്. പക്ഷെ സാർ ഇപ്പൊ നോക്ക്, വർക്ക് ചെയ്യുന്ന ഒരു മേഖല നിങ്ങളൊന്ന് അനലൈസ് ചെയ്യൂ. ഇതൊക്കെയാണ് ഇൻകം സൈഡ്. ആക്റ്റീവ് ഇൻകം, സെമി ആക്റ്റീവ് ഇൻകം, പാസീവ് ഇൻകം ബട്ട് നോട്ട് ഗ്യാരണ്ടീഡ്, പാസീവ് ഇൻകം ഗ്യാരണ്ടീഡ്. അപ്പൊ ഇതിൽ ഏത് ഇൻകത്തിലാണ് സാറ് വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ ഏത് ഇൻകത്തിലാണ് റിട്ടയർമെന്റ് ആകുമ്പോൾ? ഇപ്പൊ നോക്ക്, ബിൽഡിംഗ് വാടകയ്ക്ക് കൊടുക്കുക. ആളുകൾ പലപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നു ഇറ്റ് ഈസ് എ പാസീവ് ഇൻകം, ദാറ്റ് ഈസ് എ സെമി ആക്റ്റീവ് ഇൻകം. ഒരു വാട്ടർ ടാങ്ക് കേട് വന്നു, അല്ലെങ്കിൽ ഒരു ക്ലോസറ്റ് ബ്ലോക്ക് ആയി, അല്ലെങ്കിൽ ഒരു ബാത്റൂം ബ്ലോക്ക് ആയാൽ ആര് പോയി നേരാക്കി കൊടുക്കണം? ബിൽഡിംഗ് ഓണർ പോകണം, പെയിന്റ് അടിക്കണം, അതുപോലെ തന്നെ ഒരുപാട് രജിസ്ട്രേഷൻ ചാർജ്, അതുപോലെ തന്നെ എല്ലാ വർഷവും ടാക്സ് അടയ്ക്കണം. ഇറ്റ്സ് എ സെമി ആക്റ്റീവ് ഇൻകം. പക്ഷെ പല ആളുകളും നമ്മളോട് പറയും, ഞാൻ കുറെ ബിൽഡിംഗ് കെട്ടി വെച്ചിട്ടുണ്ട്, എനിക്ക് അതിന് റെന്റ് കിട്ടുന്നുണ്ട്. നമ്മൾക്ക് റെന്റ് വാങ്ങി പിരിക്കാനുള്ള കഴിവുള്ള പോലെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് ഉണ്ടാവില്ല. ഒരു ലെഗസി ട്രാൻസ്ഫറിൽ അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ട്. അപ്പൊ LIC ഏജൻസ് ഏത് ഇൻകത്തിൽ വരും ഇതിനകത്ത്? ആക്റ്റീവ് ഇൻകം ആണോ? സെമി ആക്റ്റീവ് ഇൻകം ആണോ? പാസീവ് ഇൻകം ആണോ? പാസീവ് ഇൻകം ഗ്യാരണ്ടീഡ് ആണോ? ബട്ട് നോട്ട് ഗ്യാരണ്ടീഡ് ആണോ? ഒന്ന് ചാറ്റ് ബോക്സ് ഒന്ന് യൂസ് ചെയ്തേ. കുറെ നേരം കേട്ടിരുന്നിട്ട് ബോറടിക്കുന്നുണ്ട്. കാരണം ഫിസിക്കൽ ട്രെയിനിങ് ആകുമ്പോൾ നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. പക്ഷെ ഈ ഓൺലൈൻ ട്രെയിനിങ് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത ഈ LIC ഏജൻസ് എന്ന് പറയുമ്പോൾ ഏത് കാറ്റഗറി വരും? ഈ 4 കാറ്റഗറിയിൽ ആക്റ്റീവ് ഇൻകം, സെമി ആക്റ്റീവ് ഇൻകം ഓർ പാസീവ് ഇൻകം ഏതിലാ വരിക? ആക്റ്റീവ് ആൻഡ് പാസീവ്.
എന്റെ കോഴ്സിൽ നേരത്തെ വന്ന ആളുകളൊക്കെ സെമി ആക്റ്റീവ് അടിക്കുന്നത്. ആക്ച്വലി LIC ഏജൻസി എന്ന് പറയുന്നത് സെമി ആക്റ്റീവ് ഇൻകം ആണ്. നമ്മൾ വർക്ക് ചെയ്യും വേണം, സർവീസ് ചെയ്യണം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണം, എല്ലാം ചെയ്യണം. നമ്മൾ പുതിയ പോളിസിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, സ്പ്രെഡ് ആൻഡ് മെയിൻറ്റെയിൻ അല്ലെ, സ്പ്രെഡ് ചെയ്യും വേണം, പുതിയ പോളിസികൾ കണ്ടെത്തുകയും വേണം, എക്സിസ്റ്റിംഗ് പോളിസിയെ മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? ദാറ്റ് ഈസ് നമ്മൾ വർക്ക് ചെയ്യണം, സെമി ആക്റ്റീവ് ഇൻകം ആയിട്ട് വരും. പാസീവ് ഇൻകം ബട്ട് നോട്ട് ഗ്യാരണ്ടീഡ്. ഒരു ഘട്ടത്തിൽ റിന്യൂവൽ കമ്മീഷൻ പാസീവ് ഇൻകം ആയിട്ട് വരും, പക്ഷെ ആക്ച്വലി ഇറ്റ് ഈസ് എ സെമി ആക്റ്റീവ് ഇൻകം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ഏതിലാണ് ഉള്ളത് എന്നൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി അനലൈസ് ചെയ്യുക. ഇതും വലിയൊരു സബ്ജക്റ്റ് ആണ്, നമ്മൾ കുറച്ച് എടുത്തിരിക്കുന്നു. സോ റിട്ടയർമെന്റ് ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഹാപ്പി റിട്ടയർമെന്റ്. ആളുകൾക്ക് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആളുകൾക്കും പെൻഷൻ പ്ലാൻ കൊടുക്കാം, നമുക്കും പെൻഷൻ പ്ലാൻ എൻജോയ് ചെയ്യാൻ പറ്റും അല്ലെ, നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് നോക്കിക്കോളൂ. അടുത്ത നമ്മൾ അതിൽ പറഞ്ഞിരുന്നു, യു ഡേ ഐ പേ, യു റിട്ടയർ ഐ പേ, യു ഫാൾ സിക്ക് ഐ പേ എന്ന് പറയുന്ന ഒരു സംഗതി. ഇപ്പൊ നമ്മള് ഡെത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, എഡ്യൂക്കേഷൻ കൺസെപ്റ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ദെൻ റിട്ടയർമെന്റ് പ്ലാനിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അടുത്ത ഏറ്റവും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നമ്മളെ കസ്റ്റമേഴ്സിനൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പോസ്റ്ററാണ്. ഇതിനെക്കുറിച്ച് ഇത് മാത്രമേ പറയുന്നുള്ളൂ. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് അധികം ഡിസ്കഷൻസ് ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ഈ ഒരു സംഗതി കണ്ടിട്ടുണ്ടാവും. ഒരു 100 രൂപ കൊടുത്ത് ഒരു ഡിസൈനറിന്റെ അടുത്ത് ഡിസൈൻ ചെയ്ത് അയച്ചു കൊടുക്കുന്ന സംഗതിയാണ്. ഇത് അയച്ചു കൊടുത്തിട്ട് കുറേ പോളിസികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് വായിക്കുന്നുമില്ല ഞാൻ. കാരണം ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ മീറ്റിംഗിലും പറഞ്ഞതാണ്, നമ്മളുടെ എക്സിസ്റ്റിംഗ് അസറ്റിനെ പ്രൊട്ടക്ട് ചെയ്യും, ഫ്യൂച്ചറിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന, കസ്റ്റമർ ഉണ്ടാക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫ്യൂച്ചർ അസറ്റിനെയും പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എക്സിസ്റ്റിംഗ് അസറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക? പലപ്പോഴും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അൺഫോർച്ചുനേറ്റ്ലി എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ള അസറ്റിനെ പൊട്ടിച്ചിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെന്റിന് പോകാൻ വേണ്ടിയിട്ട്. അത് ഗോൾഡ് ആയിക്കോട്ടെ, സ്ഥലം ആയിക്കോട്ടെ, പലരും അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പ്രോപ്പർ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ. നേരെ മറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ അസറ്റ് അവിടെ തന്നെ നിൽക്കും, നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിൽ നിന്ന് ആ ഒരു പൈസ കിട്ടും. ഹോസ്പിറ്റലിൽ പോയ ഉടനെ ഇപ്പൊ ഹോസ്പിറ്റലുകാർ ചോദിക്കുന്നത് എന്താ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ? അവർക്കും പേടിയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് ഇനി പൈസ അടയ്ക്കാൻ ഈ പേഷ്യന്റിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അപ്പൊ ഹോസ്പിറ്റലുകാരും അത് ഉറപ്പാക്കും. ഇനി ഫ്യൂച്ചറിലുള്ള അസറ്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം? ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് വിചാരിക്കും, ഒരു അസുഖം വന്നു, ഒരു അപകടം വന്നു, ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് റിക്കവർ ആയിട്ട് നമുക്ക് വീണ്ടും പൈസ ഉണ്ടാക്കാനും ജോലി ചെയ്യാനും വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പറ്റും. പക്ഷെ ഈ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുവേണ്ടി നമുക്ക് റിക്കവർ ആവാതെ ധാരാളം പേരുന്ന എന്തെങ്കിലും അസുഖം അപകടമൊക്കെ വന്ന് റിക്കവർ ആവാതെ കിടക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്ത ആളുകളായിരുന്നു. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടില്ല. ഹെൽത്ത് ഇൻഷുറൻസിന്റെ കേസിൽ മാത്രം യു ആൻഡ് യുവർ ഡിപ്പെൻഡന്റ് ഹെൽത്ത് ഇൻഷുറൻസ്, നമ്മളെയും നമ്മളുടെ ഡിപ്പെൻഡന്റിനെയും, അതായത് നമ്മളുടെ ഇൻകത്തെ ആശ്രയിച്ചിട്ട് ആരൊക്കെയാണോ ഇരിക്കുന്നത് അവരുടെ ഹെൽത്ത് ഇൻഷുറൻസും കൂടെ എടുത്തോണം. ചിലർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വേണ്ട, ഭാര്യയ്ക്കും മക്കൾക്ക് മാത്രം മതി എന്ന് പറയുന്ന ആളുകളുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ്. ചിലർ എനിക്ക് മാത്രം മതി. അത് അവിടെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളുടെ വരുമാനത്തെ ആശ്രയിച്ച് എത്ര പേര് നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടോ അവർക്കൊക്കെ വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം, അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ നിലവിലുള്ള അസറ്റ് ഇല്ലാണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ പറയണം. അപ്പൊ ഈ 4 കൺസെപ്റ്റ് ആണ് നമ്മൾ ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ധാരാളം ട്രെയിനിങ് സെഷൻസ് ബൈജൂസ് അക്കാദമി ചെയ്യുന്നുണ്ട്. ഇത് ഈ മൺഡേ മോർണിംഗ്, ഇപ്പൊ നോക്കൂ, കോവിഡ് ഒക്കെ വന്നിട്ട് പലരുടെയും നമ്മൾ ലോക്ക്ഡൌണും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പലർക്കും ഒരു സിസ്റ്റം തെറ്റിപ്പോയിട്ടുണ്ട്. നമ്മൾ ധാരാളം രാവിലെ നേരത്തെ വർക്കിന് ഇറങ്ങി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് പല ആളുകൾ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പൊ ഞാനും ഒരു 1.5 മാസം കോവിഡ് ഒക്കെ ആയിട്ട്, 1 മാസം കോവിഡ് എഫക്ട് ചെയ്ത് 22 ദിവസം വീട്ടിൽ കിടന്നു. കുറെ കാര്യങ്ങൾ ഡിസോർഡറായി, ഉറക്കം ഡിസോർഡറായി ഒക്കെ കാര്യങ്ങൾ ചെയ്യും. നമ്മൾ പണ്ട് ചെയ്തിരുന്ന ഒരു കാര്യമാണ് 5 AM ക്ലബ് എന്ന് പറഞ്ഞിട്ട്, ഓൾ ഓവർ ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ട് 5 മണിക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത ആള് ഞാനായിരുന്നു. ധാരാളം ആളുകൾ അതിൽ പങ്കെടുത്തിരുന്നു. ഇത് ഈ മൺഡേ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിനിങ് സെഷനാണ്. രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ സൂമിൽ തന്നെയാണ്. രാവിലെ 6 മണി തൊട്ട് 7 മണി വരെയാണ് കോഫി വിത്ത് ഗ്യാൻ. അതായത് കോഫി കുടിക്കുന്ന സമയത്ത് കുറച്ച് അറിവും കൂടെ 7 ഡിഫറെന്റ് സബ്ജക്ട് നമ്മൾ ആ ഒരു 1 അവറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ 7 ഡിഫറെന്റ് സബ്ജക്റ്റുകൾ 7 ദിവസം. 749 രൂപയാണ് ഇതിന്റെ ഫീസ്. ഈ പറയുന്ന കോൺടാക്ട് നമ്പറിലുള്ള ആളുകളെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ കോഴ്സിന് ജോയിൻ ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രെയിനിങ് നടക്കുന്നത് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലാണ്. രാവിലെ 6 to 7 ആണ് കോഫി വിത്ത് ഗ്യാൻ. അപ്പൊ അത് എപ്പോഴാണ് ട്രെയിനിങ്? വൈകുന്നേരത്തല്ല, രാവിലെ 6 മണിക്കാണ്. പലരും
കുറെ ആളുകൾ ഇതിനകത്ത് ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത ആളുകൾ പറയും, ചിലർക്കൊക്കെ സംശയമുണ്ട് രാത്രിയാണോ ബൈജു AM എന്ന് വെച്ചിരിക്കുന്നത്, അത് PM എന്ന് തെറ്റി വെച്ചിരിക്കുകയാണെന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അല്ല, ഈ ട്രെയിനിങ് സെഷൻ ഈ വരുന്ന മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ 6 മണി തൊട്ട് 7 മണി വരെ സൂമില്, അടുത്ത ഞായറാഴ്ച വരെ 7 ദിവസം കിട്ടേണ്ട 7 ഡിഫറെന്റ് സബ്ജക്ട്സ് അവിടെ ഡിസ്കസ് ചെയ്യും. നമ്മുടെ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഗ്രോത്തിലേക്ക് നമ്മുടെ ഒരു സിസ്റ്റം മാറ്റിയെടുക്കാൻ വേണ്ടി കുറച്ച് നേരത്തെ എണീക്കണം. ഒരു 6 മണിക്ക് ട്രെയിനിങ്ങിൽ ഇരിക്കണമെങ്കിൽ ഒരു 5:30 മണിക്കെങ്കിലും എണീക്കണമല്ലോ. നടത്തേണ്ട ആൾ 5 മണിക്ക് എണീക്കണം. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് സെഷൻ നടക്കുന്നുണ്ട്. എന്റെ കോർഡിനേറ്റേഴ്സിന് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ശ്രീഹരി ആൻഡ് ആതിര സപ്പോർട്ട് ചെയ്യും നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 749 രൂപ ഫീസ്. പക്ഷെ ഐ അഷ്വർ യു, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നോളജ് ഇന്ന് വരെ നിങ്ങൾ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ കേൾക്കാത്ത കുറെ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും. നമുക്ക് നാളെ നമ്മുടെ ബിസിനസ് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഒരു ഫ്യൂച്ചർ ലൈഫ് ഇൻഷുറൻസ് അഡ്വൈസർ ആയിട്ട്, ഒരു ഫ്യൂച്ചർ ലൈഫ് അഡ്വൈസർ ആയിട്ട് മാറത്തക്ക രീതിയിലുള്ള കുറെ പോയിന്റുകൾ കിട്ടും. ദെൻ എന്റെ മറ്റു പല കോഴ്സുകളും പീരിയോഡിക്കലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അതിന്റെയൊക്കെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുക. ഈ നമ്പർ നോട്ട് ചെയ്ത് നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. മാക്സിമം ആളുകൾ, ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആളുകളൊക്കെ നിങ്ങൾ നോക്കൂ. ഒരു 749 റുപ്പീസ് എന്ന് പറയുന്നത് ഒരു വലിയ, പിന്നെ എന്താ ഫ്രീ ആയിട്ട് തരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ 6 to 7 എണീക്കണമെങ്കിൽ കുറച്ച് പൈസയ്ക്ക് മുടക്കണം. അപ്പോൾ പൈസയ്ക്ക് കുറച്ച് മുടക്കി അതിനകത്ത് വന്നിരിക്കുമ്പോൾ ഒരു താല്പര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയ ഫീസ് 749 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സ് ഒരു 7,500 75,000 ആയിരിക്കും. യാതൊരു തർക്കവും വേണ്ട. എന്റെ 1 year കോഴ്സിനൊക്കെ അറ്റൻഡ് ചെയ്ത ധാരാളം കോഴ്സ് പാർട്ടിസിപ്പൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ അനുഭവം അതാണ്. അപ്പൊ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ എല്ലാവരും ചെറിയൊരു എമൗണ്ട് മുടക്കിക്കൊണ്ട് തിങ്കൾ ടു ഞായർ വരെ, അടുത്ത ഞായറാഴ്ച രാവിലെ വരെ 7 ഡിഫറെന്റ് സബ്ജക്ട്സിൽ നമ്മൾ ഡിസ്കഷൻസ് നടത്തും. 1 hour. അതാണ് സംഗതി. ദെൻ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്ലഡ് ജില്ല നമ്മളിപ്പോ, ഞാൻ ഫസ്റ്റത്തെ സ്ലൈഡ് കാണിച്ചിരുന്നു, ഒരു അൺസർട്ടനിറ്റി സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജൂൺ മാസം ഏകദേശം കംപ്ലീറ്റ് ആയി. 2021 എന്ന് പറയുന്നത് നമ്മൾ വലിയ പ്രതീക്ഷകളോടെ, ജൂൺ ഇന്നേക്ക് ഏകദേശം 20 എങ്കിലും ഒരു മാർച്ച് 31 വരെ ഏകദേശം ഇനി നമുക്ക് 6 മാസം ഉള്ളത്. ഐ പ്ലഡ് ടു മേക്ക് ദ നെക്സ്റ്റ് 6 months ദ ഗ്രേറ്റസ്റ്റ് മന്ത്സ് ഇൻ മൈ ലൈഫ് ഇൻ 2021. ഈ 2021 ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നു, അതൊന്നും കൂടെ കാണിക്കാം എൻഡ് ചെയ്യുന്നതിന് മുമ്പ്, ഇടയ്ക്ക് വെച്ച് കയറിയവർക്ക് കാണാൻ വേണ്ടി. കാരണം മനസ്സ് വിടാതിരിക്കുക. ബിക്കോസ് ദിസ് ബിസിനസ് ഈസ് എ മൈൻഡ് പവർ. മനസ്സിന്റെ ബലമാണ് ഈ ബിസിനസ്. എന്റെ ലൈഫിലെ ഗ്രേറ്റസ്റ്റ് മന്ത് ആയിരിക്കും ഇനിയിൽ വരാൻ പോകുന്ന മാസം. ഐ വുഡ് ഡു തിങ്സ് ദാറ്റ് ഐ ഹാവ് നെവർ ഡൺ ബിഫോർ. ഇതുവരെ ഞാൻ ഈ ബിസിനസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിന്റെ 3 or 4 ഇരട്ടി ഫോക്കസ് ഞാൻ ഈ ബിസിനസ്സിൽ ചെയ്യും. ഐ വുഡ് ഇംപ്ലിമെന്റ് ആൾ മൈ ലേണിംഗ്സ് ടു ബിക്കം. ഞാൻ ഇതുവരെ പഠിച്ച എല്ലാ ലേണിംഗ്സും ഇംപ്ലിമെന്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് വേർഡ്. നമ്മൾ ഇവിടെ വന്നിരുന്നിട്ട് ഐഡിയാസ് നോട്ട് വർക്ക്, ഡു നോട്ട് യു വർക്ക് എന്ന് പറയും. അതായത് ഐഡിയാസ് ഒന്നും വർക്ക് ചെയ്യില്ല. ഞാൻ കുറെ ഐഡിയാസ് ഒക്കെ പറഞ്ഞു, നമ്മൾ വർക്ക് ചെയ്യാതെ ഒന്നും വർക്ക് ചെയ്യില്ല. ഐ വുഡ് ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ സ്കില്ലായിട്ട് മാറുള്ളൂ. സ്കില്ലാണ് നമുക്ക് പൈസ കൊണ്ടുവന്ന് തരാം. സോ ബിക്കം MDRT, COT, ക്ലബ് മെമ്പർഷിപ്പ്, സെഞ്ചൂറിയൻ, എന്താണോ നമ്മൾ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന് ഞാൻ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യും. ഐ പ്രോമിസ് ടു ഫോളോ. ഞാൻ എന്റെ സെഷനിൽ കൊണ്ടുപോയി ബൈജൂസ് അക്കാദമി എന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അത് വിട്ടേക്കും. സ്ട്രാറ്റജീസ് ഓൺ എ ഡെയിലി, നിങ്ങൾ എന്തൊക്കെയാണോ ഇതുവരെ പഠിച്ചത് ആ സ്ട്രാറ്റജിയൊക്കെ ഡെയിലി ബേസിസിൽ ഞാൻ യൂസ് ചെയ്യും. ആൻഡ് ഹിയർ ബൈ അക്കംപ്ലിഷ് മൈ മിഷൻ. എന്റെ ഈ വർഷത്തെ മിഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്ലഡ്ജ് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത്. ദെൻ എന്താ പറയാ, അപ്പൊ ഇതൊക്കെയാണ് സംഗതികള്. അപ്പോ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ആവുകയാണ്. വീണ്ടും കുറെ സെഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സെഷൻ ഇതാണ്, 749 നോളജ് കോഫി വിത്ത് ക്യാൻ. ഇതൊക്കെ നിങ്ങൾക്ക് പുതിയ അനുഭവമായിരിക്കും. ജോയിൻ വിത്ത് ദ. താങ്ക് യു വെരി മച്ച്. അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ സെഷന്റെ കാര്യങ്ങൾ. ആദ്യമായിട്ട് കാണുന്ന കുറെ ആളുകൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണു. എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്കോ ക്വസ്റ്റ്യൻസോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു സോ മച്ച്. ഗുഡ്. ഈ കോഫി വിത്ത് ജാന് നിലവിലുള്ള കോഴ്സ് പാർട്ടിസിപ്പന്റിന് എത്ര രൂപയാണ്? 500 അല്ലേ? ഓക്കെ. അത് ഗൂഗിൾ പേ ചെയ്താൽ മതിയാ? ഹരീനെ കോൺടാക്ട് ചെയ്താൽ മതി. യു വിൽ അവൈൽ ഗേറ്റ് വേ ഫോർ ദാറ്റ്. റാസോഫയുടെ ഗേറ്റ് വേ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതർവൈസ് യു ക്യാൻ യൂസ് ഗൂഗിൾ പേ. ഓക്കെ സർ. താങ്ക് യു അക്ബർ ജി. Bro, Baijo. Yes. Bro.
കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ സാർ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഉണ്ണീഷാണ്. യെസ്, പറയൂ. ആദ്യമായിട്ട് കേക്കാണ്, നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു കേക്കാണ് അല്ലേ? ഓക്കെ, ആദ്യമായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ്. നന്നായിട്ട് അറിയാം. താങ്ക് യു. ഹലോ, താങ്ക് യു സാർ. റെക്കോർഡിംഗ് ആണല്ലോ സാറേ ഉള്ളത്. ബൈജു സാർ വെരി ഗുഡ്. ബൈജു വെരി ഗുഡ്. താങ്ക് യു, താങ്ക് യു. എന്താ പറയുക, റെക്കോർഡിംഗ് വേണമെന്നോ? നല്ല ക്ലാസ് ആണ്. താങ്ക് യു സർ. എന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കൂ, കുറെ റെക്കോർഡിങ്സ് അതിനകത്തുണ്ട്. പിന്നെ ഇത് ഇടാം, യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യാം ഈ സാധനം. കഴിഞ്ഞ ആഴ്ചത്തെ സെഷൻ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ഹരിയെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടും. ബൈജു സാർ വെരി ഗുഡ്. നല്ല എക്സലന്റ് ക്ലാസ് ആയിരുന്നു, നന്നായിട്ട് കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. നല്ല ക്ലാസ് ആയിരുന്നു. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. അതെ, ഞാൻ എല്ലാരെയും അറിയിച്ചിട്ടുണ്ട്. ഒരുവിധം എല്ലാരും കേറിയിട്ടുണ്ട്. കോഫി രണ്ടാമത്തെ ക്ലാസ് ആണ് സാറിന്റെ. കോഫിയിൽ എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനില് ഞാൻ പറഞ്ഞില്ലേ ബൈജുട്ട, എനിക്ക് എനിക്ക് രാവിലത്തെ പ്രശ്നമില്ല, അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞില്ലേ. ആ സിറ്റുവേഷനിൽ എനിക്ക് ഒരാഴ്ചപ്പോ സിറ്റുവേഷനിൽ ഒന്നും പറ്റൂല. അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പോണല്ലോ, രാവിലെ 6 മണിക്കൊക്കെ അമ്മേന്റെ അടുത്ത് പോകണം. പറ്റുന്നവരൊക്കെ പങ്കെടുത്ത് പരസ്പരം പ്രോത്സാഹനം വാങ്ങുക, എന്നെയും പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, കാളിദാസ് സാറേ. നമസ്കാരം ബൈജു സാർ. പറഞ്ഞോളൂ. നന്നായിട്ടുണ്ട് ക്ലാസ്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കയറാൻ പറ്റിയില്ല, ഇതായാലും കയറി നന്നായിട്ടിരുന്നു കേട്ടോ. ഞാൻ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തിരുന്നു. സാറേ, ആ സ്ലൈഡുകൾ വളരെ അട്രാക്റ്റീവ് ആയിട്ടാ, വളരെ രസകരമായിട്ടായിരുന്നു സ്ലൈഡുകൾ. അതെ അതെ. ഇല്ല സാറേ, നിങ്ങൾ ഇത്രയും സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഉച്ചയ്ക്ക് ഒരു നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങുന്ന സമയത്ത് എന്റെ മുന്നിൽ വന്നിരിക്കുമ്പോ ഞാൻ ദ ബെസ്റ്റ് തരണല്ലോ. എല്ലാ ഷേറ്റിനും ഉറക്കല്ല സാറേ. അതെ അല്ലേ? ഏതാ വേണ്ടത്? റെക്കോർഡിംഗ് ഓഫ് ആക്കിയിട്ടില്ല. ഹരി റെക്കോർഡിംഗ് ഒന്ന് ഓഫ് ചെയ്തേ, മറന്നുപോയോ?